Good evening. So start here. Some of the last day, GST, goods and service tax applicability. Goods and service tax. GST means tax on supply of all goods or services. So supply of all goods or services or both. Okay. Supply of goods agam, supply of service agam, supply of both agam, except. So endinozhigayirunnu goods aanundengile alcoholic liquor for human consumption. Alcohol for human consumption. Then pinne endaayirunnu, so alcoholic liquor for human consumption aanu GST യുടെ സ്കോപ്പിന്റെ പുറത്താണ്. പിന്നെ വരുന്നത് എന്താണ്? So ഇതാണ് petroleum products അല്ലേ? Petroleum products. So petroleum products നമുക്ക് എന്താ പറയാം, HPMAN എന്നൊരു shortcut use ചെയ്യാം. H stands for high speed diesel, P for petroleum crude, then M for motor spirit, then ATF and natural gas. Okay. So ഇത്രയും ഒഴികെ ബാക്കി എല്ലാത്തിനും എന്താണ് GST applicable ആണ്. So GST യുടെ സ്കോപ്പിന് പുറത്ത് വരുന്നത് എന്തുമാത്രമാണ്? ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ ആണ്. ദെൻ പെട്രോളിയം പ്രോഡക്ട്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ GST കൗൺസില് കൂടിയിട്ട് റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. എന്താണ്, സെൻട്രൽ ഗവൺമെന്റ് ഏത് ഡേറ്റിൽ നോട്ടിഫൈ ചെയ്തോ അന്ന് മുതൽ എന്താണ് പെട്രോളിയം പ്രോഡക്ട്സിന് എന്ത് ആപ്ലിക്കബിൾ ആകും? GST ആപ്ലിക്കബിൾ ആകും. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ച് നിങ്ങൾ ഇതിന്റെ എന്തൊക്കെയാണ് ആപ്ലിക്കബിൾ ആകുന്നതെന്ന് പറയാം, നോട്ട് ചെയ്യാം. Particulars, then central excise duty, then state excise duty, then value added tax or central sale tax, then GST. So ഇതിൽ ഏതൊക്കെയാണ് ആപ്ലിക്കബിൾ ആകുന്നത് എന്ന് നമുക്ക് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടാവുന്നതാണ്. ഫസ്റ്റ്, alcohol for human consumption. So alcohol for human consumption എന്തിന്റെ പെർവ്യൂവിൽ മാത്രമാണ്? That means alcohol, liquor എന്തിന്റെ ബേസിസിൽ മാത്രമാണ് വരുന്നത്. സോ അതിനെന്താണ്, ഓൾറെഡി നമുക്കറിയാം എന്ത് ആപ്ലിക്കബിൾ അല്ല? GST ആപ്ലിക്കബിൾ ആണോ? GST ആപ്ലിക്കബിൾ ആണോ? ആൽക്കഹോളിക് ഫോർ ഹ്യൂമൻ കൺസംഷൻ. സോ ഇതുവരെ ഒരു GST കൗൺസിലും എന്താണ് ആൽക്കഹോൾ ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ GST യുടെ പെർവ്യൂവിൽ വരണം എന്ന് എന്ത് ചെയ്തിട്ടില്ല, റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ഇല്ല. സോ ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ GST ആപ്ലിക്കബിൾ ആണോ? ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ GST ആപ്ലിക്കബിൾ ആണോ അല്ലയോ? സോ റൈറ്റ് നൗ എന്താണ്, GST യുടെ സ്കോപ്പിന് പുറത്തു വരുന്നതാണ് എന്ത്? ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. സോ GST ആപ്ലിക്കബിൾ ആണോ അല്ലയോ? സോ GST ആപ്ലിക്കബിൾ അല്ല. സോ ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്താണ്, സ്റ്റേറ്റിന് വിട്ടിരിക്കുകയാണ്. സ്റ്റേറ്റിന് ഇഷ്ടമുള്ള രീതിയിൽ ടാക്സ് ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് എന്താണ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആകില്ല. സ്റ്റേറ്റ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആകും. ദെൻ സ്റ്റേറ്റ് ടാക്സ്, വാറ്റ്, അതും ആപ്ലിക്കബിൾ ആകും. അങ്ങനെയാണ് എന്ത് പറയുന്നത് കണ്ടോ, സ്റ്റേറ്റ് ഈ ഡ്യൂട്ടി വെച്ചിട്ടാണ് നമുക്ക് എന്താ 200% അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് ഇരട്ടി ഈ വിലക്ക് വിൽക്കുന്നത് സ്റ്റേറ്റില്. സോ ദാറ്റ് മീൻസ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്താണ്, എന്താണ് നമുക്ക് എന്ത് പറയാം, പവർ റിമൈൻസ് വിത്ത് സ്റ്റേറ്റ്. സോ ഇത് GST യുടെ സ്കോപ്പിലേ വരുന്നില്ല. ഇതിനകത്ത് എന്ത് ടാക്സ് കളക്ട് ചെയ്യണം എന്നുള്ളത് എന്താണ്, സ്റ്റേറ്റിന്റെ പവർ ആണ്. സോ ദാറ്റ് മീൻസ് എന്താണ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും
GST സ്കോപ്പിന് പുറത്ത് വരുന്നതുകൊണ്ട് GST ആപ്ലിക്കബിൾ ആകില്ല. എന്തൊക്കെ ആപ്ലിക്കബിൾ ആകും? സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയും വാറ്റ് അല്ലെങ്കിൽ CSTയും ആപ്ലിക്കബിൾ ആകാം. സോ ഇതിനകത്ത് എന്താണ് സ്റ്റേറ്റ് ആണ് ടാക്സ് നിർണ്ണയിച്ചിട്ട് എന്താണ് ഇതിന്റെ വാല്യൂ ഹൈക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? പെട്രോളിയം പ്രോഡക്ട്സ്. പെട്രോളിയം പ്രോഡക്ട്സ് നമുക്ക് എന്താ പറയാം, HP മാൻ എന്ന് പറയാം. സോ പെട്രോളിയം പ്രോഡക്ട്സിന് സോ റൈറ്റ് നൗ GST ആപ്ലിക്കബിൾ ആണ്. ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ GSTയുടെ സ്കോപ്പിന് പുറത്ത് വരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ പെട്രോളിയം പ്രോഡക്ട്സിന് റൈറ്റ് നൗ GST ആപ്ലിക്കബിൾ ആണോ അല്ലേ? പെട്രോളിയം പ്രോഡക്ട്സിന് GST ആപ്ലിക്കബിൾ ആണോ അല്ലേ? ഈ പറയുന്ന HP മാനിന് GST ആപ്ലിക്കബിൾ ആണ്. സോ റൈറ്റ് നൗ ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് GST ആണ്. സോ ദെയർഫോർ GST ആപ്ലിക്കബിൾ അല്ല. ദെൻ പിന്നെ എന്തൊക്കെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്? നമുക്കറിയാവുന്നതാണ്. ഇപ്പം ഇവിടെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. സോ സെൻട്രലാണ് ഏറ്റവും കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് വാറ്റ് കളക്ട് ചെയ്യുന്നതുകൊണ്ടാണ് വില കൂടുന്നതെന്ന് പറഞ്ഞ് ഉള്ള തർക്കങ്ങൾ നമ്മൾ കാണുന്നതാണ്. സോ ദാറ്റ് മീൻസ് അതിനകത്ത് എന്തൊക്കെ ആപ്ലിക്കബിൾ ആണ്? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആണ്. ദെൻ സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി ആപ്ലിക്കബിൾ അല്ല. ദെൻ എന്താണ്? സ്റ്റേറ്റ് വാറ്റ് ആപ്ലിക്കബിൾ ആണ്. സോ ഇവിടെയാണ് തർക്കം നടക്കുന്നത്. സെൻട്രൽ ആണ് കൂടുതൽ കളക്ട് ചെയ്യുന്നതെന്ന് സ്റ്റേറ്റ് പറയുന്നു. പെട്രോളിയം പ്രൊഡക്ട്സിന് പിന്നെ വേറെ ബൈഫർക്കേറ്റ് ചെയ്ത് പറയുന്നു. സോ സ്റ്റേറ്റ് ലെവി ചെയ്യുന്ന ടാക്സ് കാരണമാണ് പെട്രോളിയം പ്രൊഡക്ട്സിനെ ഈ പറയുന്ന പ്രൈസ് ഹൈക്കാകുന്നതെന്ന് പറഞ്ഞു. സോ ദാറ്റ് മീൻസ് എന്താ ആപ്ലിക്കബിൾ അല്ല? GST ആപ്ലിക്കബിൾ അല്ല. പക്ഷേ എന്തൊക്കെ ആപ്ലിക്കബിൾ ആകുന്നുണ്ട്? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും സ്റ്റേറ്റ് വാറ്റും ആപ്ലിക്കബിൾ ആകുന്നുണ്ട്. എന്തിനകത്ത്? പെട്രോളിയം പ്രോഡക്ട്സിനകത്ത്. സോ അങ്ങനെയാണ് ഇതിന്റെ വാല്യൂ ഹൈക്കാകുന്നത്. സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയും ഇല്ല, ദെൻ GSTയും ഇല്ല. പക്ഷേ എന്താണ്? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും വാറ്റും സ്റ്റേറ്റ് വാറ്റും ആപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ് വൺ നമ്മള് ലാസ്റ്റ് ഡേ പറഞ്ഞിരുന്നു, ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടാക്കുന്ന കമോഡിറ്റീസിന് അവര് എന്ത് ചെയ്യുന്ന കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. സോ അങ്ങനെ എന്താണ് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ GSTയുടെ പേരിൽ ഡിസ്കസ് ചെയ്തത്. എന്താണ്? GST is applicable for all supply of all goods or services or both except alcoholic liquor for human consumption. Right now petroleum products. Then tobacco products ആണെങ്കിലും tobacco and tobacco products. സോ ഇതിനകത്താണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ടുബാക്കോ പ്രോഡക്ട്സിന് GST ആപ്ലിക്കബിൾ അല്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച്, ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷനും പെട്രോളിയം പ്രോഡക്ട്സ് HP മാൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും എന്ത് ആപ്ലിക്കബിൾ ആണ്? GST ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ടുബാക്കോ പ്രോഡക്ട്സിന് GST ആപ്ലിക്കബിൾ ആണോ അല്ലയോ? സോ ടുബാക്കോ പ്രോഡക്ട്സിന് എന്താണ്? GST ആപ്ലിക്കബിൾ ആണ്. ദെൻ ഇത് കൂടാതെ എന്തുകൂടെ ഉണ്ടോ? അഡീഷണൽ ആയിട്ട് എന്താണ്? ടുബാക്കോ ഒരു ഹാംഫുൾ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്തുകൂടെ ഉണ്ട്? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി കൂടെ എന്താണ്? അട്രാക്ട് ചെയ്യും. സോ ദാറ്റ് മീൻസ് എന്താണ്? ഇത് രണ്ടും അട്രാക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടുബാക്കോ പ്രോഡക്ട്സിന്റെ വില പ്രൈസ് ഹൈക്ക് ചെയ്യുന്നത്. സോ ടുബാക്കോ പ്രോഡക്ട്സിന് എന്താണ് ആപ്ലിക്കബിൾ ആകുന്നത്? GST ആപ്ലിക്കബിൾ ആണ്. GST മാത്രം അല്ല ആപ്ലിക്കബിൾ ആകുന്നത്, GSTയോടൊപ്പം തന്നെ എന്തുകൂടെ ആപ്ലിക്കബിൾ ആണ്? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി കൂടെ ആപ്ലിക്കബിൾ ആണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ടുബാക്കോ പ്രോഡക്ട്സിന്റെ സോ ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടാകുന്ന ഹാർംഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. സോ ഒരിക്കലും എന്താണ്? GST ആപ്ലിക്കബിൾ അല്ല എന്ന് GSTയുടെ ആപ്ലിക്കബിലിറ്റിയിൽ പറഞ്ഞിട്ടില്ല. സോ എന്താണ്? GST ആപ്ലിക്കബിൾ ആണ്. ഉണ്ടോ? ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷനും പെട്രോളിയം പ്രൊഡക്ട്സിനും വെച്ച് ബാക്കി എല്ലാത്തിനും എന്ത് ആപ്ലിക്കബിൾ ആണ്? GST ആപ്ലിക്കബിൾ ആണ്. സോ ഒബ്വിയസ്ലി ടുബാക്കോ ആൻഡ് ടുബാക്കോ പ്രോഡക്റ്റ് ഈസ് എ ഗുഡ്സ് അത് വരും. അതുകൊണ്ട് എന്ത് ആപ്ലിക്കബിൾ ആണ്? GST ആപ്ലിക്കബിൾ ആണ്. സോ GSTയുടെ കൂടെ ഇതൊരു ഹാർംഫുൾ പ്രോഡക്റ്റ് ആണ്. എന്തുകൂടെ ആപ്ലിക്കബിൾ ആകും? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി കൂടെ ആപ്ലിക്കബിൾ ആകും. സോ ഈ രണ്ട് GSTയും സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ടുബാക്കോ ആൻഡ് ടുബാക്കോ പ്രോഡക്ട്സിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ വാല്യൂ ഹൈക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ പോയിന്റ്?
അതർ ഗുഡ്സ്. അതർ ഗുഡ്സിന് എന്തായിരിക്കും ആപ്ലിക്കബിൾ ആകുക? സോ ഇന്ത്യൻ സെനാരിയോയില് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ എന്ത് മാത്രമേ ആപ്ലിക്കബിലിറ്റി ഉണ്ടാകൂ? വൺ നേഷൻ വൺ ടാക്സ്. സോ ഈ പറയുന്ന എക്സെപ്ഷണൽ കേസസ് ഒഴിച്ച് കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ഗുഡ്സിനും എന്തായിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്? അല്ലെങ്കിൽ എന്ത് മാത്രമായിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്? GST മാത്രം. GST മാത്രം. ക്ലിയർ ആണോ? ഇങ്ങനെ വേണം ഇത് മനസ്സിലാക്കാൻ. സംടൈംസ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് വന്നാൽ യൂസ്ഫുൾ ആകുന്നതാണ്. GST is applicable for all supply of all goods except alcoholic liquor for human consumption. So alcoholic liquor എന്താണ്? ഒരു സ്റ്റേറ്റിന് കംപ്ലീറ്റ് പവർ കൊടുത്തു. സോ എന്താണ്? സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയും സ്റ്റേറ്റ് വാറ്റും ആപ്ലിക്കബിൾ ആണ്. സോ പെട്രോളിയം പ്രോഡക്ട്സിന് എന്താണ്? സ്റ്റേറ്റിനും സെൻട്രലിനും. സോ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും ഉണ്ടാകും, സ്റ്റേറ്റ് വാറ്റും ഉണ്ടാകും. എന്തിനാ? പെട്രോളിയം പ്രൊഡക്ട്സിന്. ദെൻ ടുബാക്കോ GST ആപ്ലിക്കബിൾ ആണ്. സോ GSTയും ഉണ്ട്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും ഉണ്ട്. അങ്ങനെ വാല്യൂ ഹൈക്ക്. ദെൻ ബാക്കിയുള്ള ഗുഡ്സിലെല്ലാം എന്താണ് ആപ്ലിക്കബിൾ ആകുന്നത്? GST മാത്രം. GST മാത്രം. ക്ലിയർ? നെക്സ്റ്റ്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ ഇവിടെ നോക്കാം. ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻ HSN കോഡ് യൂസ് ചെയ്താണ് യൂസ് ടു ക്ലാസിഫൈ ഗുഡ്സ് അണ്ടർ GST. സോ ഓരോ കമോഡിറ്റി ഓരോ ഗുഡ്സിനും എന്താണ് HSN കോഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? GSTയുടെ അണ്ടറിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ചാപ്റ്റർ റെഫേർഡ് ഇൻ റേറ്റ് ഷെഡ്യൂൾസ് ഫോർ ഗുഡ്സ് ആൻഡ് ചാപ്റ്റേഴ്സ്. The first schedule to customs tariff 1975. Okay, then customs under 1975 chapters referred schedule for goods adum define cheyunu. Then a new scheme of classification of services has been devised where in the service of various description have been classified under various sections, headings and groups. So service accounting code ennu paranja endana different service um endana classify cheyunu. Then each group consists of various service codes. That is service in the case. So goods HSN code use ചെയ്തും സർവീസസ് എന്താണ് സർവീസ് അക്കൗണ്ടിംഗ് കോഡ് യൂസ് ചെയ്തും എന്താണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു തിയറി ഏരിയ ആണ്. Then ആർട്ടിക്കിൾ 279A ആണ് GST കൗൺസിൽ. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു GST കൗൺസിലിന്റെ ഇമ്പോർട്ടൻസ്. സോ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്? പെട്രോളിയം പ്രോഡക്ട്സ് GST കൗൺസിൽ കൂടിയിട്ട്, സോ GST കൗൺസിൽ കൂടിയിട്ട് GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഏത് ഡേറ്റിലാണോ നോട്ടിഫൈ ചെയ്യുന്നത് അത് എന്തായിട്ട് മാറും? റൂളായിട്ട് മാറും. GSTയുടെ ആപ്ലിക്കബിലിറ്റി ഇവിടെ നോക്കാം. GST Council 270 Article 279A empowers President to constitute a joint forum of center and states. President constitute GST Council on 15th September 2016. Okay. So ഇവിടെ നോക്കാം GST കൗൺസിൽ ആരൊക്കെയാണുള്ളത് നോക്കാം. ചെയർമാൻ GST കൗൺസിലിന്റെ ചെയർ ആരായിരിക്കും? GST കൗൺസിലിന്റെ ചെയർ വരുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ചെയർമാൻ ആയിട്ട് വരുന്നത് GST കൗൺസിലിന്റെ. ദെൻ ഒരു മെമ്പർ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ് മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ടാക്സേഷൻ or any other minister nominated by each states and union territories with the state legislator. Okay, so ഞാൻ നോക്കാം. നമ്മള് ചെയർമാൻ ആയിട്ട് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ വരും. ദെൻ രണ്ടുപേര്. സോ ദെൻ ഒരു മെമ്പർ എന്താണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ. ദാറ്റ് മീൻസ് രണ്ടുപേര് യൂണിയൻ മിനിസ്റ്റേഴ്സ് ആയിരിക്കും. രണ്ടുപേര് യൂണിയൻ മിനിസ്റ്റേഴ്സ്. ദെൻ ബാക്കി നമുക്ക് നോക്കിയാൽ നമ്മൾ ലാസ്റ്റ് ഡേ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 28 സ്റ്റേറ്റ്സ് ഉണ്ട്. ദെൻ 3 യൂണിയൻ ടെറിട്ടറീസ് വിത്ത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. സോ അവിടുന്ന് എല്ലാം എന്തായിരുന്നു? അത്രയും സ്റ്റേറ്റിന്റെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ്സ്. ദെൻ 31 മെമ്പേഴ്സ്. സോ അങ്ങനെ എല്ലാം കൂടെ നമ്മൾ 33 മെമ്പേഴ്സ്
ആണ് എന്തിൽ വരുന്നത്? GST കൗൺസിലിൽ വരുന്നത്. ഓക്കെ, സോ മെമ്പേഴ്സ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ് മിനിസ്റ്റർ, minister in charge of finance or taxation or any other minister nominated by each state and union territories with state legislator. So etra states aanullathu? 28 states, then 3 union territories with the state legislator. Angane endana central government inde partil ninnu rendu pere union minister um then oru union minister state in charge of revenue or finance. Okay, then അങ്ങനെ രണ്ടുപേര് എന്താണ് യൂണിയൻ മിനിസ്റ്റേഴ്സ് വരും. ദെൻ 28 സ്റ്റേറ്റിൽ നിന്നും പ്ലസ് 3 യൂണിയൻ ടെറിട്ടറീസ് വിത്ത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. ആ സ്റ്റേറ്റിൽ നിന്നും യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുള്ള എന്താണ് ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ അസൈൻ നോമിനേറ്റഡ് പേഴ്സൺ. അങ്ങനെ 33 മെമ്പേഴ്സ് ആണ് ഇതിൽ വരിക, ഒരു GST കൗൺസിലിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരിക. ഓക്കെ, സോ GST കൗൺസിലിന്റെ കോറം എന്ന് പറയുന്നത് പകുതിയാണ്, നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ പകുതിയാണ് കോറം എന്ന് പറയുന്നത്. മെജോറിറ്റി ഡിസിഷന് വേണ്ടിയിട്ട് every decision of GST council is taken by a majority not less than 3/4 of the weighted votes of members present and voting. Okay, it's very important. 3/4 weighted votes of the members present and voting. Vote of sender has a weight of 1/3 of total votes cast. So central vote in 1/3 of total vote cast ആണ്. Then vote of all state together has a weight of 2/3 of total votes cast in that meeting. So ഇങ്ങനെയാണ് നമുക്ക് എന്തെടുക്കുന്നത് ഒരു ഡിസിഷൻ. സോ ദാറ്റ് മീൻസ് കണ്ടോ, ഇത് എന്താണ് സെൻട്രൽ ഗവൺമെന്റിന് മാത്രമായിട്ട് നമുക്ക് ഒരു ഡിസിഷനും എന്തിനകത്ത് ഒരു GST കൗൺസിലിൽ ഒരു റെക്കമെൻഡേഷൻ പാസ്സാക്കാൻ ഡിസിഷൻ കൊണ്ടുവരിക, ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റില്ല. സോ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ പോയിന്റ് വരുന്നത്. പെട്രോളിയം പ്രോഡക്ട്സ് അത് GSTയിലേക്ക് പെടുത്തണോ, GSTയുടെ പെർവ്യൂവിൽ വരുത്തണോ എന്നൊക്കെ തീരുമാനിക്കണം. എന്നാൽ GST കൗൺസിലാണ് എന്ത് ചെയ്യേണ്ടത്, റെക്കമെൻഡ് ചെയ്യേണ്ടത്. സോ അതിലെന്താണല്ലോ ഈ പറയുന്ന 31 മെമ്പേഴ്സ്. സോ സെൻട്രൽ ഗവൺമെന്റിലെ യൂണിയൻ മിനിസ്റ്റേഴ്സ് രണ്ടുപേര് അവർ വോട്ട് ചെയ്താലും എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുന്ന സ്റ്റേറ്റിന്റെ എണ്ണം 31 സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ 38 സ്റ്റേറ്റ്സ് പ്ലസ് 3 യൂണിയൻ ടെറിട്ടറീസ് വിത്ത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. അവിടെ നിന്നുള്ള എന്താണ് ഫിനാൻസ് മിനിസ്റ്ററോ അല്ലെങ്കിൽ ടാക്സേഷൻ അല്ലെങ്കിൽ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് അവിടെ നിന്ന് ഉണ്ടാകും. സോ അവർ ഒപ്പോസ് ചെയ്താൽ നമുക്ക് എന്താണ് ഒരു മെജോറിറ്റി ഡിസിഷൻ കിട്ടില്ല. മെജോറിറ്റി ഡിസിഷൻ കിട്ടിയാലേ എന്ത് ചെയ്യത്തുള്ളൂ, GST കൗൺസില് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. സോ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ നോക്കുക, GST കൗൺസിൽ കൂടിയിട്ട് GST കണ്ടോ അതിനകത്തുള്ള 33 മെമ്പേഴ്സ് ഉണ്ട്. സോ അതിനകത്ത് പ്രസന്റ് ആയ പകുതിയെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് എന്താകത്തുള്ളൂ, കോറം ആകത്തുള്ളൂ. ദെൻ അതിനകത്ത് പ്രസന്റ് ആൻഡ് വോട്ടിന്റെ അവിടുന്ന് വെയിറ്റ് എടുക്കും. ദെൻ അതിനകത്ത് മെജോറിറ്റി ഉണ്ടായാൽ മാത്രമേ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ദെൻ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്താൽ എന്താണ്, സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യും. ആ ഡേറ്റ് മുതൽ എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആക്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പെട്രോളിയം പ്രോഡക്ട്സിന്റെ പുറത്ത് GST ആപ്ലിക്കബിൾ ആകും. ഓക്കെ അല്ലേ? സോ ഇത്രയും വരുന്ന സ്റ്റേറ്റ് ഉണ്ടോ, ഒത്തിരിയും സ്റ്റേറ്റ്സിന്റെ മേജർ റവന്യൂ ആണിത് പെട്രോളിയം പ്രൊഡക്ട്സിൽ നിന്ന് കിട്ടുന്ന ടാക്സ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് അവരത് കറക്റ്റ് അവർ ഒപ്പോസ് ചെയ്യാണ്. സോ അങ്ങനെയാണ് GST കൗൺസിൽ ഒന്നും തന്നെ എന്താണ് പെട്രോളിയം പ്രോഡക്ട്സ് GSTയുടെ പെർവ്യൂവിൽ വരണം എന്ന ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഡിസിഷൻ വരികയോ റെക്കമെൻഡേഷൻ പാസ്സാകുകയോ റെക്കമെൻഡേഷൻ സെൻട്രൽ ഗവൺമെന്റിലേക്ക് റെക്കമെൻഡേഷൻ കൊടുക്കുകയോ ചെയ്യാത്തത്. ക്ലിയർ അല്ലേ? Then so GST കൗൺസിലിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ടു മേക്ക് റെക്കമെൻഡേഷൻസ് ടു യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഓൺ ഇമ്പോർട്ടന്റ് ഇഷ്യൂസ് ലൈക്ക് ടാക്സസ്, സെസ് ആൻഡ് സർചാർജസ് which may be subsumed in GST. So GSTയിലേക്ക് ഏതെങ്കിലും എക്സ്ട്രാ ആയിട്ട് ഓൾറെഡി പോയിട്ടുണ്ടെങ്കിൽ GSTയിലേക്ക് കൊണ്ടുവരേണ്ട ടാക്സസ് ഏതൊക്കെയാണ്? Then goods and services that may be subject to or exempt from GST. സോ നമുക്ക് എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഓരോ GST കൗൺസിൽ കഴിയുമ്പോഴത്തേക്കും പറയും ഇന്ന പ്രോഡക്ട്സിന്റെ പുറത്ത് ഇത്ര റേറ്റ് ഇത്രയായിരുന്നത് ഇത്രയാക്കി മാറ്റി, അല്ലെങ്കിൽ റേറ്റ് എക്സംപ്റ്റ് ചെയ്തു, ദെൻ റേറ്റ് കുറച്ചു അല്ലെങ്കിൽ റേറ്റ് കൂട്ടി. സോ ഇതെല്ലാം എന്താണ് GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്യും. നേരെ എന്ത് ചെയ്യും, സെൻട്രൽ ഗവൺമെന്റ് പോകും, സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യും. ആ ഡേറ്റ് മുതൽ എന്തായിരിക്കും, ഒന്നെങ്കിൽ ഇതുവരെ ചിലപ്പോൾ സംടൈംസ് ഇതുവരെ എന്താണ് GST കളക്ട് ചെയ്യേണ്ടതായിരിക്കും, അതെന്ത് ചെയ്യും എക്സംപ്റ്റ് ചെയ്യാം. സോ അല്ലെങ്കിൽ ഇതുവരെ എത്രയാണ് 5% അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് കുറവായിരുന്നു, അതെന്താവും 18% ആകാം, അല്ലെങ്കിൽ 28% ആയിട്ട് മാറ്റാം. സോ ഏത് രീതിയിൽ വേണമെങ്കിലും എന്താണ് ആ പറയുന്ന GST കൗൺസിൽ കൂടിയിട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റിന്റെയും യൂണിയന്റെയും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെയും എല്ലാം പറയുന്ന കാര്യങ്ങൾ ഡിസിഷൻ എല്ലാം അവരുടെ എല്ലാം അവിടുത്തെ ക്രൈറ്റീരിയ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് എന്താണ് എക്സംപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ
അഡീഷണൽ ആയിട്ട് ടാക്സ് കൂട്ടണോ കുറയ്ക്കണോ എന്ന ഡിസിഷൻ എല്ലാം എടുക്കുന്നത് എന്താണ് GST കൗൺസിലാണ്. സോ GST ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡിസിഷൻ വേണമെങ്കിലും എന്തായിരിക്കും GST കൗൺസിലിന്റെ മെജോറിറ്റി ഡിസിഷൻ വരണം. GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്യണം. അത് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന ആ ഡേറ്റ് മുതൽ എന്താണ് GST ആപ്ലിക്കബിൾ ആവും, അല്ലെങ്കിൽ GSTയുടെ എക്സംഷൻ വരും, അല്ലെങ്കിൽ റേറ്റിന് വ്യത്യാസം ഉണ്ടാക്കാം. ഓക്കെ, സോ മോഡൽ GST laws. Principles of levy, apportionment of GST, the principle that govern the price of supply. ഇതെല്ലാം തന്നെ എന്താണ് GST എങ്ങനെ ലോസ് എങ്ങനെ ആപ്ലിക്കബിൾ ആകണം, പ്രിൻസിപ്പിൾസ്, ലെവി ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ്, അപ്പോർഷൻമെന്റ് ഓഫ് GST നമ്മൾ അത് ഉടനെ ഡിസ്കസ് ചെയ്യും. Then principles that govern the place of supply. Okay, so place of supply govern ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഏത് എവിടെയാണ് GST ആപ്ലിക്കബിൾ ആകുന്നത്. ദാറ്റ് മീൻസ് സ്റ്റേറ്റ് മാറുന്നതനുസരിച്ച് നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആണ്, 2 സ്റ്റേറ്റ് ആണെങ്കിൽ മാറുന്നതനുസരിച്ച് സോ എവിടെയാണ് അത് പ്ലേസ് ഓഫ് സപ്ലൈ എടുക്കേണ്ടത് എന്നുള്ള റൂൾസ് എല്ലാം തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആർക്കാണുള്ളത്? GST കൗൺസിലിനാണ്. ദ ത്രെഷോൾഡ് ലിമിറ്റ് ഓഫ് ടേൺ ഓവർ ബിലോ വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസ് മേ ബി exempted from GST. Okay, നമ്മൾ രജിസ്ട്രേഷൻ ചാപ്റ്റർ അല്ലെങ്കിൽ പറയുന്ന പോലെ ഏതൊക്കെ രീതിയിലുള്ള നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ അതിനടുത്ത ചാപ്റ്റർ റേറ്റ് ആപ്ലിക്കബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ടേൺ ഓവർ. സോ ദാറ്റ് മീൻസ് ലിമിറ്റ് ഓഫ് ടേൺ ഓവർ. സോ ഓരോ സ്റ്റേറ്റിനും സ്പെസിഫൈഡ് സ്റ്റേറ്റിന് ടേൺ ഓവർ പറയുന്നുണ്ട്. സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ ഒരു ടേൺ ഓവർ പറയുന്നുണ്ട്, സപ്ലൈ ഓഫ് സർവീസസ് ആണെങ്കിൽ ഒരു ടേൺ ഓവർ പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് സോ എനിക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു ഷോപ്പ് കീപ്പറാണ്. സോ എനിക്ക് GST ആപ്ലിക്കബിൾ ആകണമോ? സോ എന്തിന്റെ പിറകിലായിരിക്കും? നിങ്ങൾക്ക് ഇത്ര ടേൺ ഓവറേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ എന്താണ് ഒരു സ്മോൾ സർവീസ് അല്ലെങ്കിൽ സപ്ലയർ ആണ്. സോ നിങ്ങൾക്ക് അതുകൊണ്ട് എന്താണ് ആപ്ലിക്കബിൾ ആകില്ല. അങ്ങനെയുള്ള ടേൺ ഓവർ ലിമിറ്റ് എല്ലാം ത്രെഷോൾഡ് ലിമിറ്റ് എല്ലാം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എത്ര വേണം ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് ഇത് ചെയ്യുന്നത് ആരാണ്? ത്രെഷോൾഡ് ലിമിറ്റ് അല്ലെങ്കിൽ ഇത്ര ലക്ഷം, 50 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം അങ്ങനെയുള്ള ത്രെഷോൾഡ് ലിമിറ്റ് എല്ലാം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഓരോന്നിനും എത്രയാണ് സർവീസ് ആണെങ്കിൽ ഇത്രയാണ് ത്രെഷോൾഡ് ലിമിറ്റ്, അല്ലെങ്കിൽ ഇത്ര വരെയാണെങ്കിൽ അവരെ എന്താണ് അവർക്ക് ഒരു മാൻഡേറ്ററി രജിസ്ട്രേഷൻ വേണ്ട, അവർ GST കളക്ട് ചെയ്യേണ്ട എന്ന തീരുമാനം എടുക്കുന്ന എവിടെയാണ്? അല്ലെങ്കിൽ അത് ആരുടെ ഫംഗ്ഷൻ ആണ്? GST കൗൺസിലിന്റെ ഫംഗ്ഷൻ ആണ്. ദെൻ റേറ്റ് ഓഫ് GST നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സംപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്താണ് സോ ഇപ്പോഴുള്ള റേറ്റ് പുതിയൊരു റേറ്റിലേക്ക് ഒന്നെങ്കിൽ ഹൈക്ക് ചെയ്യാം അല്ലെങ്കിൽ താഴേക്ക് കൊണ്ടുവരാം. അങ്ങനെ റേറ്റ് ചേഞ്ച് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതും എവിടെയാണ്? ആരുടെ ഫംഗ്ഷൻ ആണ്? GST കൗൺസിലിന്റെ ഫംഗ്ഷൻ. സോ ദാറ്റ് മീൻസ് ഉണ്ടോ GST ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എവിടെ നോക്കിയാലും മതി, വാർത്തകളിലൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണും. ഇനിയും ശ്രദ്ധിക്കണം. സോ ഇത്രാമത്തെ GST കൗൺസിലിന്റെ ഡിസിഷൻസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ്. സോ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്താൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് അത് നോട്ടിഫൈ ചെയ്യും. അതെന്താണ് GST ആക്ടിന്റെ പെർവ്യൂവിൽ വന്നിട്ട് അല്ലെങ്കിൽ GSTയുടെ പെർവ്യൂവിന്റെ വന്നിട്ട് എന്തായിരിക്കും? GST ആപ്ലിക്കബിൾ ആകും, അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ആകും, അല്ലെങ്കിൽ കൂടുതൽ റേറ്റ് വരും, അല്ലെങ്കിൽ ടേൺ ഓവർ ബേസിസിൽ എന്താണ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ വിൽ ബി എക്സംപ്റ്റ് ഫ്രം GST. ദാറ്റ് മീൻസ് എന്തായിരിക്കും? അയാൾക്ക് രജിസ്ട്രേഷൻ വേണ്ട, അയാൾ എന്ത് കളക്ട് ചെയ്യേണ്ട? GST കളക്ട് ചെയ്യേണ്ട എന്ന രീതിയിൽ എന്തുവരും? നോട്ടിഫിക്കേഷൻ വരും. ക്ലിയർ ആണോ? സോ GST കോമൺ പോർട്ടൽ ആൻഡ് GSTN ആണ്. സോ കോമൺ GST ഇലക്ട്രോണിക് പോർട്ടൽ www.gst.gov.in വെബ്സൈറ്റിലാണ് നമ്മൾ ഈ പറയുന്ന GSTയുടെ എല്ലാ രജിസ്ട്രേഷനും എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നത്. A website managed by Goods and Service Network has been set by central government to establish uniform interface for taxpayers, common and shared IT infrastructure between center and states. Okay. This portal is a single common portal for all GST related service. No. So www.gst.gov.in എന്ന് പറയുന്നത് എന്താണ്? എല്ലാ കോമൺ ആയിട്ടുള്ള സർവീസ് GST റിലേറ്റഡ് ആയിട്ട് എല്ലാ സർവീസും പ്രൊവൈഡ്. സോ രജിസ്ട്രേഷൻ ആണെങ്കിലും റിട്ടേൺസ് നമുക്കറിയാം GSTR ഫയൽ ചെയ്യുന്ന കേസസിലാണെങ്കിലും എല്ലാത്തിനും യൂസ് ചെയ്യുന്ന എന്താണ്? ഈ പറയുന്ന പർട്ടിക്കുലർ സിംഗിൾ സൈറ്റ് ആണ്, ഒരു കോമൺ പോർട്ടൽ ആണ് യൂസ് ചെയ്യുന്നത്. It acts as clearing house to verify claims and inform the respective governments to transfer funds. A common GST system provides linkage to all state, union, territory, commercial tax departments, central tax authorities, taxpayers, banks, and other stakeholders. The common portal ആണ് വരുന്നത് GST. Then the ecosystem consists of all stakeholders, starting from taxpayers to tax professionals to tax officials to GST portal to banks to accounting authorities. No, so എല്ലാത്തിനും കൂടി ചേർന്നിട്ട് എന്താണ് വരുന്നത്? GST എന്ന് പറഞ്ഞിട്ട് www.gst.gov.in നമുക്ക് GST റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത്.
it is accessible over internet by taxpayers and their CS tax advocates and other internet and over internet by tax officials, etc. Okay, so net facility use ചെയ്ത് so അവർക്ക് എന്തായിരിക്കും അവർക്ക് ഒരു യൂസർ ഐ ഡി ഉണ്ടാകും, പാസ്വേഡ് ഉണ്ടാകും, അവരുടെ GSTR നമ്പർ വെച്ചുകൊണ്ട് then അത് വെച്ചിട്ട് എന്താണ് ഇന്റർനെറ്റ് ഫെസിലിറ്റി യൂസ് ചെയ്ത് ടാക്സ് പേയർക്കോ അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിനോ അല്ലെങ്കിൽ ടാക്സ് അഡ്വക്കേറ്റ്സിനോ അവർ ഇന്റർനെറ്റിലൂടെ ആക്സസ് ചെയ്യാം. സോ 3 ഫ്രണ്ട് എൻഡ് സർവീസസ് ആണ് രജിസ്ട്രേഷൻ, പേയ്മെന്റ്, റിട്ടേൺ അല്ലെ. ഇതല്ലേ നമുക്ക് ഫ്രണ്ട് എൻഡ് എന്താണ് GSTയുടെ പരിവിൽ വരികയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, GST രജിസ്ട്രേഷൻ എടുക്കണം. GST രജിസ്ട്രേഷൻ എടുത്താൽ എന്ത് ചെയ്യണം, GST റിട്ടേൺസ് ഫയൽ ചെയ്യണം. സോ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞ നെറ്റ് എഫക്ട് വന്നിട്ട് GST പേയ്മെന്റ് ഉണ്ടെങ്കിൽ അത് പേ ചെയ്യാൻ പറ്റണം. സോ ഈ 3 ഫ്രണ്ട് എൻഡ് സർവീസസ് ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്ന GSTN. ഗുഡ്സ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക്. Goods and Service Tax Network. What is GSTN? GSTN is a non-government private limited company formed under Section 8 of Companies Act 2013, not for profit companies. So profit oriented companies are under section companies. It is a backbone technology used by GST. Okay. So GSTN are the backbone technology functions of GSTN. So theory at facilitating registration. Okay. So filling applications for forwarding returns to central government, state government authorities. So filing of a return. So registration, GST under registration, then returns. So articleship ongoing GSTR 1, 3B file. So computation and settlement of IGST payment like clearinghouse. Then matching of tax payment details with banking networks. Providing various management information system reports to central government, state government based on taxpayers return information. Then set creation of chellan for tax payment. Then providing analysis of taxpayers profile, running matching engine for matching, reversal and reclaim of input tax credit. Okay, so input tax credit അവൈലമെന്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിലൂടെയാണ്. ഇതിന്റെ ഫംഗ്ഷൻ ആണ് GSTN ആണ്. സോ ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയാണ്. അണ്ടർ സെക്ഷൻ 8 ആണ് കമ്പനീസ് ആക്ട് 2000. ദാറ്റ് മീൻസ് നോട്ട് ഫോർ സോ ഇതെന്താണ് GSTയുടെ ബാക്ക് ബോൺ ആയിട്ട്. ദാറ്റ് മീൻസ് രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, എന്താണ് ഇൻപുട്ട് ക്രെഡിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബാങ്കുമായിട്ടുള്ള കണക്ഷൻ എല്ലാം തന്നെ ആരുടെ എന്തിന്റെ ഫംഗ്ഷൻ ആണ്, GSTNന്റെ ഫംഗ്ഷൻ ആണ്. GSTNന്റെ ഫംഗ്ഷൻ ആണ്. സോ വെരി ഇമ്പോർട്ടന്റ്. ക്ലിയറായിട്ട് ചോദിക്കാവുന്നതാണ് GSTN ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് എന്താ നമുക്ക് നോർമലി അറിയാവുന്നതാണ് രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ട്, ദെൻ റിട്ടേൺസിന് വേണ്ടിയിട്ട്, ദെൻ ക്ലിയറിംഗ് ഹൗസ്, സെറ്റിൽമെന്റ്, IGST പേയ്മെന്റ്സ്, എന്താണ് നമ്മൾ എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ എക്സസ് ഉണ്ടെങ്കിൽ റീഫണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ദെൻ മാച്ചിങ് ടാക്സ് പേയേഴ്സ് ഡീറ്റെയിൽസ് വിത്ത് ബാങ്കിങ് നെറ്റ്വർക്ക്. സോ ദാറ്റ് മീൻസ് ഇന്ന ബാങ്ക് കൊടുത്ത ബാങ്കുമായിട്ട് അത് ഇന്ന ബാങ്കുമായിട്ട് ചെയ്യുന്നാൽ അത് എന്താണ് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഇന്ന ആളുടെ ആണെന്ന് കൺഫേം ചെയ്യുന്ന മാച്ചിങ് കാര്യങ്ങൾ ചെയ്യുന്ന GSTN ആണ്. ദെൻ പ്രൊവൈഡിങ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്സ്, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ടാക്സ് പേയേഴ്സിന് റിട്ടേൺ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആരാണ്, GSTN ആണ്. സോ ദാറ്റ് മീൻസ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇതെന്താണ് ഈ പറയുന്ന റിപ്പോർട്ട്സ് കൊടുക്കും. ദെൻ ചെലാൻ ഫോർ ടാക്സ് പേയ്മെന്റ് വേണ്ടിയുള്ള ചെലാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ആരാണ്, GSTN ആണ്. Then providing analysis of taxpayers profile, running matching engine, so and so. Then GST compensation cess. GST compensation cess. So GST compensation to take Act 2009 provides for a mechanism to compensate the state on account of loss of revenue which may arise due to implementation of GST for a period of 5 years. Okay. So that means 2017 lana. So നമുക്ക് GST ആപ്ലിക്കബിൾ ആണ് 2022. സോ ലേറ്റർ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോഴും എന്താണ് പഴയ ടാക്സ് GST, അതായത് ഇൻഡയറക്ട് ടാക്സ് പണ്ട് യൂസ് ചെയ്തിരുന്ന GSTയിലോട്ട് വന്നപ്പോൾ സ്റ്റേറ്റ് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് കോമ്പൻസേഷൻ വേണമെന്നാണ്. സോ 5 years എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ലേറ്റർ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇറ്റ് ഈസ് ലെവിഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓൺ നോട്ടിഫൈഡ് ഗുഡ്സ് ഓൺലി ഓൺ interstate or interest apply provided for compensation to states. So compensation state in kodukanayitte it is levied on specific luxury items or demerit goods like pan masala, tobacco, aerated water, coal, motor cars, etc. computed on value of tax
supply. Okay, so അതൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. GST സുവിധ പ്രൊവൈഡർ, GSP ആപ്ലിക്കേഷൻ പ്രൊവൈഡേഴ്സ് ആണ്. സോ ജസ്റ്റ് ഒരു അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള ജസ്റ്റ് ഒരു തിയറിയാണ്. ദെൻ നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, ഓർഡർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ്. GST ക്രെഡിറ്റിന്റെ യൂട്ടിലൈസേഷൻ ആണ് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്, ഓർഡർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ്. Order of utilization of GST credit. Okay, so note here, very important. Order of utilization of credit. There is a specified order in which ITC, that means input tax credit, should be utilized. Okay, so നമ്മൾ ഇതിനകത്തേക്ക് വരുന്നത് എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ ഇതിന്റെ ബേസിക് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിന്റെ പുറത്ത് മാത്രമാണ് GST അപ്ലൈ ചെയ്യുന്നത്? ഓൺ ഈച്ച് സ്റ്റേജിലുള്ള വാല്യൂ അഡീഷന്റെ പുറത്ത് മാത്രമാണ് എന്ത് ആപ്ലിക്കബിൾ ആകുന്നത്? GST ആപ്ലിക്കബിൾ ആകുന്നത്. സോ ദാറ്റ് മീൻസ് മിസ്റ്റർ എക്സ്, മിസ്റ്റർ വൈ, ലാസ്റ്റ് ഡേ പറഞ്ഞു മിസ്റ്റർ ഇസഡ്. സോ മിസ്റ്റർ എക്സിൽ നിന്ന് മിസ്റ്റർ വൈ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ദെൻ മിസ്റ്റർ വൈ മിസ്റ്റർ ഇസഡിന് അത് സെയിൽ നടത്തി. സോ മിസ്റ്റർ എക്സ് മിസ്റ്റർ വൈക്ക് വിൽക്കുമ്പോഴത്തേക്ക് എന്താണ്? മിസ്റ്റർ വൈ ഓൾറെഡി ഇതിന്റെ പുറത്ത് ടാക്സ് പേ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ GST പേ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓൾറെഡി പേ. ദെൻ ഇത് മിസ്റ്റർ വൈ മിസ്റ്റർ ഇസഡിന് സെയിൽ നടത്തുമ്പോൾ എന്താണ്? മിസ്റ്റർ ഇസഡിന് എന്താണ്? മിസ്റ്റർ വൈയുടെ നിന്ന് ടാക്സ് നടത്തുമ്പോഴത്തേക്കും എന്താണ്? മിസ്റ്റർ ഇസഡ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? ഇവിടുന്ന് ടാക്സ് കളക്ട് ചെയ്യും, അത് നെറ്റ് ചെയ്തിട്ട്. സോ ദാറ്റ് മീൻസ് എന്താണ്? ആദ്യത്തെ പർച്ചേസിന്റെ സമയത്ത് ഓൾറെഡി മിസ്റ്റർ വൈ പേ ചെയ്ത ടാക്സ് എന്തായിട്ട് എടുക്കും? ഇൻപുട്ട് ക്രെഡിറ്റ് ആയിട്ട് എടുക്കും. സോ അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. സോ ഓർഡർ ആണ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന ഓർഡർ ആണ്. First, IGST credit should be utilized towards IGST payment. So IGST credit ഉണ്ടോ? സോ ഒന്ന് നല്ല രീതിയിൽ അത് മനസ്സിലാക്കണം. എപ്പോഴാണ് IGST ക്രെഡിറ്റ് വരുന്നത്? IGST അട്രാക്ട് ചെയ്യുന്ന എപ്പോഴാണ്? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയിലാണോ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണോ? IGST ആപ്ലിക്കബിൾ ആകുന്നത് ഇൻട്രാ സ്റ്റേറ്റിനാണോ ഇന്റർ സ്റ്റേറ്റിനാണോ? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണോ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈക്കാണോ IGST ആപ്ലിക്കബിൾ ആകുന്നത്? IGST. നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സപ്ലൈ രണ്ട് രീതിയിൽ വരാം. എന്തൊക്കെയായിരുന്നു? ഇൻട്രാ സ്റ്റേറ്റ്, ഇന്റർ സ്റ്റേറ്റ്. ഓക്കെ, സോ ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ എന്താണ്? CGST പ്ലസ് ഒന്നുകിൽ SGST അല്ലെങ്കിൽ UTGST. ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിലോ IGST. Okay, so interstate സപ്ലൈക്കാണ് IGST ആപ്ലിക്കബിൾ ആകുന്നത്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, IGST ക്രെഡിറ്റ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു കേസ് എടുക്കാം, മിസ്റ്റർ എക്സിന്റെ കേസ് എടുക്കാണ്. സോ മിസ്റ്റർ എക്സിന് IGST ക്രെഡിറ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? വേറെ ഇപ്പൊ മിസ്റ്റർ എക്സ് ഒരു സ്റ്റേറ്റ് 1 ആളാണ്. സ്റ്റേറ്റ് വേറെ ഒരു സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവണം? പർച്ചേസ് ചെയ്തിട്ടുണ്ടാവണം. എന്ത്? ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ്. നമ്മളെ ഗുഡ്സ് എളുപ്പത്തിന് പറയാണ്. സോ ദാറ്റ് മീൻസ് എന്താണ്? ഇന്റർ സ്റ്റേറ്റ് വേറെ ഒരു സ്റ്റേറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മിസ്റ്റർ എക്സ് ആക്ച്വലി എന്തായിരിക്കും? സോ മിസ്റ്റർ എക്സിന്റെ കയ്യിൽ നിന്ന് ഇപ്പം മിസ്റ്റർ വൈ എടുക്കാം, എന്തായിരിക്കും കളക്ട് ചെയ്യുന്നത്? സോ ഇത് സപ്ലൈ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആൻഡ് IGST. ദാറ്റ് മീൻസ് മിസ്റ്റർ എക്സ് എന്ത് പേ ചെയ്തു? CGSTയും SGSTയും അല്ല പേ ചെയ്തത്, IGST ആണ് പേ ചെയ്തത്. ഓക്കെ, സോ നമ്മള് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ. സോ IGST ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്റെ പറയുകയാണെങ്കിൽ എനിക്ക് IGST ക്രെഡിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വേറെ ഒരു സ്റ്റേറ്റിൽ നിന്ന് സപ്ലൈ എടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് വേറെ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് എനിക്ക് എന്ത് വരിക? IGST ക്രെഡിറ്റ് വരിക. സോ ഞാൻ വേറൊരു സ്റ്റേറ്റിലേക്ക് വിറ്റാലോ ഞാൻ എന്ത് ചെയ്തു? IGST കളക്ട് ചെയ്തു എന്ന് പറയും. സോ ദാറ്റ് മീൻസ് എന്താണ്? ഞാൻ കളക്ട് ചെയ്ത IGSTയും ഞാൻ ഓൾറെഡി എന്റെ ക്രെഡിറ്റിലുള്ള IGSTയും കൂടെ നെറ്റ് ചെയ്തിട്ട് ഞാൻ റിമൈനിങ് IGST ആയിരിക്കും എങ്ങോട്ട് പേ ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റിന് പേ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ഇതിന്റെ യൂട്ടിലൈസേഷന്റെ ഓർഡർ ആണ് പറയുന്നത്. യൂട്ടിലൈസേഷന്റെ ഓർഡർ ശ്രദ്ധിക്കുക. ഫസ്റ്റ് IGST credit should be first
should be utilized towards IGST. First, IGST credit should be utilized towards IGST payment and towards CGST and SGST or UTGST in any order, any proportion. So, ഇവിടെ ശ്രദ്ധിക്കാം, എനിക്ക് എന്തുണ്ട്, IGST ക്രെഡിറ്റ് ഉണ്ട്, IGST ക്രെഡിറ്റ് ഉണ്ട്, IGST ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ സോ ഞാൻ ആദ്യം എന്തിന് അഗെയിൻസ്റ്റ് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, IGST ക്രെഡിറ്റ്. IGST ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് എന്തിന് അഗെയിൻസ്റ്റ് യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് IGST എന്ന് പറയാം. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ITC of IGST. സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്, IGST. ഞാൻ ഫസ്റ്റ് എന്തിന് അഗെയിൻസ്റ്റ് യൂട്ടിലൈസ് ചെയ്യണം, ഫസ്റ്റ് എന്ത് പേ ചെയ്യാൻ എടുക്കണം, ഫസ്റ്റ് അഗെയിൻസ്റ്റ് IGST പേയ്മെന്റ്, ഫസ്റ്റ് അഗെയിൻസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, IGST പേയ്മെന്റ്. സോ IGST പേയ്മെന്റിന് അഗെയിൻസ്റ്റ് ആയിരിക്കണം ആദ്യം എന്താണ് ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ GST യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം എന്തായിരിക്കണം, ദെൻ അഗെയിൻസ്റ്റ് പേയ്മെന്റ് ഓഫ് എന്താണ് CGST, then towards payment of CGST and SGST or UTGST, then towards CGST or SGST or UTGST, any order, any proportion, any order, any proportion, any order, any proportion. Okay. So first IGST credit ഉണ്ടെങ്കിൽ it should be utilized. So IGST credit ആദ്യം എന്തിന് അഗെയിൻസ്റ്റ്, ഫസ്റ്റ് എന്തിന് അഗെയിൻസ്റ്റ് തന്നെ ചെയ്യണം, IGST പേയ്മെന്റിന് അഗെയിൻസ്റ്റ് തന്നെ ചെയ്യണം. Then towards CGST or SGST or UTGST at any order, any proportion. Okay. So IGST credit ഉണ്ടെങ്കിൽ ആദ്യം IGST പേയ്മെന്റിന് തന്നെ യൂട്ടിലൈസ് ചെയ്യണം. മിച്ചമുള്ളത് ബാലൻസ് towards CGST or SGST or UTGST in any order, any proportion. Then after entire ITC of CGST utilized, okay. after entire ITC of IGST. So entire ITC of IGST utilized ചെയ്തതിനു ശേഷം utilized. Then ഇനി പിന്നെ അടുത്തത് എന്താണ് എടുക്കുന്നത്, ITC on CGST, ITC of CGST. ശ്രദ്ധിക്കാം, ITC of CGST. സോ എന്താണ്, നമുക്കൊരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ അല്ലെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് നടത്തിയാൽ നമുക്ക് എന്തുണ്ടാകാം, ITC അല്ലെ. സോ CGST ക്രെഡിറ്റ് ഉണ്ടാകാം. സോ ഇത് അങ്ങനെ ഒരു ക്രെഡിറ്റ് ഉണ്ടായാൽ ഫസ്റ്റ് എന്തിന് അഗെയിൻസ്റ്റ് യൂട്ടിലൈസ് ചെയ്യണം, ഫസ്റ്റ് അഗെയിൻസ്റ്റ് CGST പേയ്മെന്റ്. ദാറ്റ് മീൻസ് എന്താണ്, നമ്മളൊരു ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ നടത്തിയിട്ട് എന്താണ് CGST കളക്ട് ചെയ്യുന്ന അതിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കണം യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ദെൻ ബാലൻസ് അഗെയിൻസ്റ്റ് IGST. സോ എന്താണ്, CGST ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ആദ്യം എന്താണ് CGST അഗെയിൻസ്റ്റ് തന്നെ സെറ്റ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യണം പേയ്മെന്റിന് വേണ്ടിയിട്ട്. ദെൻ ബാലൻസ് ഉണ്ടെങ്കിൽ എന്തുമായിട്ട് പറ്റും, IGST ആയിട്ട് പറ്റും. പക്ഷെ എന്തുമായിട്ട് പറ്റില്ല, CGST ക്രെഡിറ്റ് എന്തുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തുമായിട്ട് നെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, SGST അല്ലെങ്കിൽ UTGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ്, thereafter ITC of CGST or UTGST. സോ നമ്മൾ എന്താണ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് CGST നമ്മൾ യൂട്ടിലൈസ് ചെയ്തതിനു ശേഷം ആഫ്റ്റർ ITC ഓഫ് ഒന്നെങ്കിൽ SGST അല്ലെങ്കിൽ UTGST, യൂണിയൻ ടെറിട്ടറി. ഇത് ഫസ്റ്റ് എന്തിന് അഗെയിൻസ്റ്റ് ആയിരിക്കണം യൂട്ടിലൈസ് ചെയ്യുന്നത്, ഫസ്റ്റ് അഗെയിൻസ്റ്റ് ഒന്നുകിൽ SGST അല്ലെങ്കിൽ UTGST. സോ
within one union territory ആണെങ്കിൽ UTGST, within one territory ആണെങ്കിൽ SGST വരും. സോ ആപ്ലിക്കബിൾ ആകുന്ന എന്താണോ അതിന് അഗേൻസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ദെൻ ബാലൻസ് ഉണ്ടെങ്കിൽ എന്തിന് അഗേൻസ്റ്റ് ആയിരിക്കണം? ബാലൻസ് അഗേൻസ്റ്റ് ഉണ്ടോ? സോ നേരത്തെ പറഞ്ഞ പോലെ CGSTയും SGSTയും ദാറ്റ് മീൻസ് ക്രോസ് യൂട്ടിലൈസേഷൻ പറ്റില്ല. സോ SGST അല്ലെങ്കിൽ UTGST ബാലൻസ് ഉണ്ടെങ്കിൽ എന്തുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം? IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് IGST. ആദ്യം നമ്മൾ എന്താണ് IGST ക്രെഡിറ്റ് ഉണ്ടോ നോക്കും. ആദ്യം എന്തുമായിട്ട് തന്നെ നോക്കണം. ആദ്യം IGST ആയിട്ട് തന്നെ നോക്കണം. ദെൻ സെറ്റ് ഓഫ് ആയിട്ട് മിച്ചം ഉണ്ടെങ്കിൽ എന്താണ് CGST ആയിട്ടോ SGST ആയിട്ടോ UTGST ആയിട്ടോ ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അത് യൂട്ടിലൈസ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാം. ദെൻ അതെല്ലാം IGST കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ എന്തിലോട്ട് വരും? CGST ക്രെഡിറ്റ് ഉണ്ടോ നോക്കും. CGST ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് എന്തിന് അഗേൻസ്റ്റ് തന്നെ ചെയ്തിരിക്കണം? CGST പേയ്മെന്റിന് തന്നെ യൂട്ടിലൈസ് ചെയ്യണം. സോ അത് കഴിഞ്ഞും മിച്ചം ഉണ്ടെങ്കിൽ CGST ക്രെഡിറ്റ് മിച്ചം ഉണ്ടെങ്കിൽ എന്താണ്? SGST ആയിട്ടോ UTGST ആയിട്ടോ പറ്റൂല. പകരം എന്തുമായിട്ട് പറ്റും? ബാലൻസ് IGST പേയ്മെന്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ദെൻ അതേപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് ഒന്നെങ്കിൽ SGST സ്റ്റേറ്റിലാണെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ UTGST ഉണ്ടെങ്കിൽ ആദ്യം എന്തിന് അഗേൻസ്റ്റ് തന്നെ ചെയ്തിരിക്കണം? SGST അല്ലെങ്കിൽ UTGSTക്ക് അഗേൻസ്റ്റ് തന്നെ സെറ്റ് ഓഫ് ചെയ്തിരിക്കണം. ബാലൻസ് ഉണ്ടെങ്കിൽ എന്തുമായിട്ട് പറ്റും? IGST ആയിട്ട് പറ്റും. അല്ലാണ്ട് എന്തുമായിട്ട് പറ്റില്ല? SGST അല്ലെങ്കിൽ UTGST എന്തിന് അഗേൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല? CGST ആയിട്ട് പറ്റില്ല. സോ ലാസ്റ്റ് പോയിന്റ്, ITC of CGST cannot be utilized to payment of SGST or UTGST and vice versa. That means cross utilization not possible. So ITC on CGST എന്തുമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല? SGST ആയിട്ടോ UTGST ആയിട്ടോ സെറ്റ് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് അത് പേ ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തിരിച്ചും ITC of SGST or UTGST എന്തുമായിട്ട് ക്രോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല? CGST ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ അല്ലെ എല്ലാവർക്കും? സോ ഇൻപുട്ട് ടാക്സ് IGST ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ സോ എപ്പോഴും ക്രെഡിറ്റ് വരുന്നത് എപ്പോഴാണ്? ഇൻപുട്ട് ഇൻവേർഡ് സപ്ലൈ. നമ്മൾ ഇതൊക്കെ ഇൻഡെപ്ത് നമ്മൾ സപ്ലൈയിൽ ഡിസ്കസ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മൾ എന്താണ് ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കുക? പർച്ചേസ് ചെയ്താൽ ആണ് എന്ത് വരുന്നത്? ITC ക്രെഡിറ്റ് വരുന്നത്. സോ അത് ITC ക്രെഡിറ്റ് ഓൺ IGST ആണെങ്കിൽ ആദ്യം IGSTക്ക് അഗേൻസ്റ്റ് തന്നെ, അതിനുശേഷം CGSTക്കോ SGSTക്കോ UTGSTക്കോ അഗേൻസ്റ്റോ എനി ഓർഡർ എനി പ്രപ്പോർഷൻ സെറ്റ് ഓഫ് ചെയ്യാം. ദെൻ അത് എൻറ്റയർ സെറ്റ് ഓഫ് ചെയ്തതിനു ശേഷം നമ്മൾ എന്തുണ്ടോ നോക്കും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ CGST ഉണ്ടോ നോക്കും. സോ CGST ഉണ്ടെങ്കിൽ ഫസ്റ്റ് എന്തിന് അഗേൻസ്റ്റ് തന്നെ സെറ്റ് ഓഫ് ചെയ്യണം? CGST പേയ്മെന്റുമായിട്ട് തന്നെ സെറ്റ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ CGST പേയ്മെന്റ് തന്നെ യൂട്ടിലൈസ് ചെയ്യണം. ദെൻ ബാലൻസ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് അഗേൻസ്റ്റ് എന്താണ്? SGST ആയിട്ട് പറ്റില്ല, IGST ആയിട്ട് പറ്റും. ദെൻ അതിനുശേഷം എന്താണ്? ITC credit of SGST or UTGST first should be utilized against SGST or UTGST, then balance should be against the payment of IGST. Then okay, utilization set of then other than view cheyanattu nokku one rendu problems cheyam, basic problems question. Okay. Then question okay. Mr. A, note here. Mr. A, supply goods valued rupees 10,000 to Mr. B. Bracket le intra state supply. Intra-state supply. Then GST rate is 18%. Then compute total price charged by Mr. A from
Mr. D. Okay, so ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇതിന്റെ വേണം അടുത്ത ഒരു വേറൊരു സ്റ്റേറ്റ് വരുന്നത്, ദെൻ ഒരു സ്റ്റേറ്റിൽ തന്നെ ഇൻപുട്ട് വരുന്ന കേസ്, ദെൻ അടുത്തത് വേറൊരു സ്റ്റേറ്റിലേക്ക് വരുന്നത്, ദെൻ ആ റവന്യൂ ഷെയറിംഗ് ഉൾപ്പെടെ ഒന്ന് അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് മീൻസ് നിങ്ങൾ ചെയ്യുന്നവർക്കറിയാം ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയും. ഓഫീസിലെ ഓൾറെഡി ആർട്ടിക്കൽഷിപ്പ് പീരീഡോ അല്ലെങ്കിൽ GST വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാകും. നമ്മൾ ആ ഒരു രജിസ്ട്രേഷൻ ചാപ്റ്റർ പ്ലസ് ആ ഒരു റിട്ടേൺ ഫയലിംഗ് ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് നമ്മളത് കാണിച്ചു തരാം, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറും കാര്യങ്ങളും ഒക്കെ. ഇപ്പൊ റൈറ്റ് നൗ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെ. സോ വാല്യൂ എത്രയാണ്? ₹10,000. സോ ഇവിടെ GST 18% ആണ്. ഇത് എന്ത് സപ്ലൈ ആണ്? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണോ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണോ? പറഞ്ഞിട്ടുണ്ട് സെയിം വിത്തിൻ സെയിം സ്റ്റേറ്റ് ആണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. സോ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ എന്തൊക്കെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈക്ക് IGST ആണോ ആപ്ലിക്കബിൾ ആകുന്നത്? CGST പ്ലസ് SGST ആണോ? അല്ലെങ്കിൽ CGST പ്ലസ് UTGST ആണോ? സോ വിത്തിൻ സെയിം സ്റ്റേറ്റ് എന്നാണ്. സ്റ്റേറ്റ് എടുക്കുക, സ്റ്റേറ്റ് ആണ്, സെയിം സ്റ്റേറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ എന്തൊക്കെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്? CGST ആൻഡ് SGST അല്ലെ. സോ CGST ആൻഡ് SGST. നമുക്ക് നോക്കാം. നമുക്ക് ചോദിച്ചിരിക്കുന്നത് particulars, then amount rupees. Value of supply of goods എത്രയായിരുന്നു? വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എത്രയാണ്? 10,000 അല്ലെ. സോ ഇതൊരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയതുകൊണ്ട് എന്തൊക്കെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്? CGSTയും SGSTയും. സോ GST റേറ്റ് എത്രയാണ്? 18%. സോ CGST എത്രയായിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്? ശ്രദ്ധിക്കണം, GST റേറ്റ് 18% ആണെങ്കിൽ പകുതി CGSTയും പകുതി SGSTയും. സോ ആഡ് CGST at the rate 9%. എത്ര വരും? CGST at the rate 9%. വരും 900. Then add SGST at the rate 9%. 900. So that means total price from B. Invoice value, invoice price at answer. Total price charged by Mr. A from Mr. B. Answer. 10,000 കൂടെ 1,800 ചേരുമ്പോഴത്തേക്കും തരും 11,800. 11,800. ഇവിടെ ഉണ്ടോ? ഇവിടെ അല്ല, ഇതുകൊണ്ട് തീരുകയാണ്. ഇവിടെ എന്തെങ്കിലും ഇൻപുട്ട് ക്രെഡിറ്റോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? സോ എ എന്താണ് സപ്ലൈ കൊടുത്തു ആർക്ക്? ബിക്ക്. ഇവിടെ കൊണ്ട് തീർന്നു. ബി എന്താണ് ഫർദർ സപ്ലൈ ഇല്ല. സോ കൊണ്ട് എന്താണ് ഇവിടെ ഈ പറയുന്ന ട്രാൻസാക്ഷൻ ഇവിടെ കൊണ്ട് തീർന്നു. എൻറ്റയർ 1,000. സോ 900 എന്ന് പറയുന്നത് എത്ര വന്നു? 1,800 ആര് കൊടുത്തു? മിസ്റ്റർ ബി കൊടുത്ത് തീർന്നു. ക്ലിയർ അല്ലേ? നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ എഴുതാം. സെക്കൻഡ് അടുത്ത ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് valued ₹10,000 by Mr. A to Mr. B. Mr. A to Mr. B. Mr. B. So the Mr. A to Mr. B of same state. Then Mr. B
supplies these goods to Mr. C after a value addition of 20%, after a value addition of 20% of same state. Of same state. Compute the GST. Compute the GST liability of Mr. B. Compute the GST liability of Mr. B and Mr. C. Compute the GST liability of Mr. B and Mr. C. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. സപ്ലൈ ഓഫ് ഗുഡ്സ് വാല്യൂ GST rate 18%. GST rate 18%. GST rate 18%. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. GST rate 18%. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ഒരു ഫിഗർ ആയിട്ട് മാറ്റാം. മിസ്റ്റർ എ ആർക്ക് സപ്ലൈ കൊടുത്തു? മിസ്റ്റർ ബിക്ക്. മിസ്റ്റർ ബി ആർക്ക് കൊടുത്തു? മിസ്റ്റർ സിക്ക്. അല്ലെ? സോ ഇതെല്ലാം എന്താണ്? ഇന്റർ സ്റ്റേറ്റ് ആണോ ഇൻട്രാ സ്റ്റേറ്റ് ആണോ? സോ മിസ്റ്റർ എയും ബിയും ഒരു സ്റ്റേറ്റിലാണ്, മിസ്റ്റർ ബിയും സിയും ഒരു സ്റ്റേറ്റിലാണ്. സോ നമുക്ക് എന്ത് പറയാം? ഇൻട്രാ സ്റ്റേറ്റ്. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ് നടന്നിരിക്കുന്നത്. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഇനി ഒന്ന് ശ്രദ്ധിക്കുക. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. സോ മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് കൊടുത്ത ഒരു ഗുഡ്സിന്റെ സപ്ലൈയുടെ വാല്യൂ എത്രയായിരുന്നു? വാല്യൂ 10,000 അല്ലെ? സോ ഇവിടെ നമ്മൾ എഴുതുകയാണെങ്കിൽ മിസ്റ്റർ ബിയിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ്? 10,000. സോ ഇത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയതുകൊണ്ട് എന്ത് വരും? CGST at the rate 9%, ഇത് വരും 900. Then SGST at the rate 9%, വരും 900. So that means B ഇത് എത്ര രൂപയ്ക്കായിരിക്കും? ബിയുടെ കയ്യിൽ നിന്ന് എ എത്രയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്ര വരും? 11,800 അല്ലെ? 11,800. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇതില് ബി പേ ചെയ്ത ടാക്സ് എത്രയാണ്? ബി പേ ചെയ്ത ടാക്സ് എത്രയാണ്? 800 അല്ലെ? 1,800. അതില് 900 എങ്ങോട്ടാണ് പേ ചെയ്തത്? CGST ആണ്. സോ 900 എത്രയാണ്? SGST. സോ ദാറ്റ് മീൻസ് ടോട്ടൽ 1,800 ഉണ്ട്. ബിക്ക് എന്താണ്? പർച്ചേസ് ചെയ്തപ്പോൾ 2 ടാക്സ് അടച്ചു. എന്തൊക്കെയാണ്? CGST 900ഉം SGST 900ഉം. സോ ദാറ്റ് മീൻസ് അടുത്തത് എന്താണ്? ബി അത് സെയിൽ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ സപ്ലൈ നടത്തുന്നുണ്ട് തന്നെ എന്താണ്? എനിക്ക് എന്തുണ്ട്? എന്റെ ബിയുടെ കയ്യിൽ ഇപ്പൊ എന്ത് മിച്ചമുണ്ട്? CGST ക്രെഡിറ്റ് ആയിട്ട് 900 ഉണ്ട്. ദാറ്റ് മീൻസ് ഇപ്പൊ മിസ്റ്റർ ബിയുടെ കയ്യിൽ എന്താണ്? ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് CGST എത്രയുണ്ട്? 900 ഉണ്ട്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് SGST എത്രയുണ്ട്? 900 ഉണ്ട് അല്ലെ? സോ ഞാൻ പർച്ചേസ് ചെയ്തു. എന്താണ്? ഇനി ഫർദർ സപ്ലൈ ഞാൻ നടത്തുന്നതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ എന്തുണ്ട്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആണ്. സോ 900 CGST ക്രെഡിറ്റ് എന്റെ കയ്യിലുണ്ട്. 900 എന്താണ്? SGST ക്രെഡിറ്റ് ഉണ്ട്. ദെൻ ഞാൻ ഈ മിസ്റ്റർ ബി സിക്ക് വിൽക്കുന്നുണ്ട്. ബി സിക്ക് സപ്ലൈ കൊടുക്കുന്നുണ്ട്. എത്രയാണ് വാല്യൂ? എത്ര ശതമാനമാണ് വാല്യൂ അഡീഷൻ നടത്തുന്നത്? മിസ്റ്റർ ബി സപ്ലൈ ഗുഡ്സ് ടു മിസ്റ്റർ സി ആഫ്റ്റർ എ വാല്യൂ അഡീഷൻ ഓഫ് 20%. സോ ഈ വാല്യൂ അഡീഷൻ നടത്തുന്നത് 10,000ന്റെ മുകളിലാണോ അല്ലെങ്കിൽ 11,800ന്റെ മുകളിലാണോ? എപ്പോഴും ശ്രദ്ധിക്കണം. വാല്യൂ അഡീഷൻ നടത്തുന്ന 10,000ന്റെ മുകളിലാണോ? 10,000 വാല്യൂവിന്റെ പുറത്താണ്. 10,000ന്റെ പുറത്ത് ഒരു 20% കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാവും?
12,000. So value of supply എത്ര വരും? 12,000. Then ഈ വാല്യൂവിന്റെ പുറത്ത് എന്താണ്? ഇതൊരു എന്ത് സപ്ലൈ ആണ്? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. അതുകൊണ്ട് എന്ത് അട്രാക്ട് ചെയ്യും? മിസ്റ്റർ ബി എന്ത് ചെയ്യും? സിയുടെ കയ്യിൽ നിന്ന് എന്ത് കളക്ട് ചെയ്യും? CGST at the rate 9%, SGST at the rate 9%. So 12,000 into 9%. എത്ര കിട്ടും? 12,000 into 9%. 1080. 1080. Then അതേപോലെ SGST എത്ര വരും? 1080. So total 14,160. 14,160. സോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ GSTയുടെ ഏറ്റവും വലിയ കോൺസെപ്റ്റ് എന്താണ്? ഓൺലി വാല്യൂ അഡീഷന്റെ പുറത്ത് മാത്രം ടാക്സേഷൻ. സോ വാല്യൂ അഡീഷന്റെ പുറത്ത് മാത്രം ടാക്സേഷൻ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ വരുമ്പോഴത്തേക്കും മിസ്റ്റർ ബിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്ര കിടപ്പുണ്ട്? മിസ്റ്റർ ബി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് CGSTയും SGST ഉണ്ട്. എത്ര കളക്ട് ചെയ്തു മിസ്റ്റർ ബി? കളക്ട് ചെയ്തത് അല്ലെങ്കിൽ പേയ്മെന്റ് കളക്ട് ചെയ്യാൻ മീൻസ് എന്ത് ചെയ്യണം? മിസ്റ്റർ ബി ഉണ്ടോ സിയുടെ ഇന്ന് കളക്ട് ചെയ്തിട്ട് മിസ്റ്റർ ബി എവിടെ അടയ്ക്കണം? ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. സോ കളക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് മിസ്റ്റർ ബിക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഉണ്ട്? CGST എത്ര പേ ചെയ്യണം? 1080 പേ ചെയ്യണം. SGSTയോ അതും 1080 പേ ചെയ്യണം. സോ 1080 പേ ചെയ്യുമോ? ഇവിടെയാണ് എന്ത് വരുന്നത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. എന്റെ കയ്യിൽ CGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് IGST ഉണ്ടോ? നമ്മൾ ആ റൂൾ നോക്കുക. IGST ക്രെഡിറ്റ് ഉണ്ടോ? ഇല്ല. ദെൻ എന്റെ പക്കല് CGST ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അത് ഫസ്റ്റ് എന്തിന് അഗേൻസ്റ്റ് യൂട്ടിലൈസ് ചെയ്യണം? CGST പേയ്മെന്റ്. CGST പേയ്മെന്റ് എനിക്ക് എത്രയാണ് വരുന്നത്? 1080. സോ 1080 നിന്ന് ഈ 900 എന്റെ കയ്യിലുള്ള ക്രെഡിറ്റ് കുറച്ചാൽ 900 കുറച്ചാൽ ദെൻ മിച്ചം എത്ര വരും? എത്രയുണ്ട്? 180. സോ ദാറ്റ് മീൻസ് ഞാൻ എത്രയാണ്? CGST ഇനി എത്ര പേ ചെയ്താൽ മതി? 180. ദെൻ അതേപോലെ എന്റെ കയ്യിൽ SGST ക്രെഡിറ്റ് എത്രയുണ്ട്? ഉണ്ടോ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? CGST ക്രെഡിറ്റ് മൊത്തം യൂട്ടിലൈസ് ചെയ്തു. എന്തിനാണ്? CGST പേയ്മെന്റിനകത്ത് ഉണ്ടോ? സോ എന്താണ് ഇനി എന്താണ് എക്സസ് അങ്ങോട്ട് പേ ചെയ്യാനാണുള്ളത്. ഞാൻ 180 രൂപ എന്ത് ചെയ്യണം? CGST സെൻട്രൽ ഗവൺമെന്റിന് പേ ചെയ്യണം. അതേപോലെ 900 ഇവിടെ ഉണ്ട്. 900 പേ. ദാറ്റ് മീൻസ് ഈ 900 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂട്ടിലൈസ് കഴിഞ്ഞാൽ ഞാൻ SGST എത്ര പേ ചെയ്യണം? 180. ദാറ്റ് മീൻസ് എത്ര ഒരു ടോട്ടൽ 360. അതിൽ 180 ആർക്ക്? സെൻട്രൽ ഗവൺമെന്റിന്, 180 സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടോ? സോ ഇവിടെ നോക്കുക. നമ്മൾ ആദ്യം പഠിച്ചിരുന്നു GST ഈസ് എ വാല്യൂ ആഡഡ് ടാക്സ്. സോ വാല്യൂ അഡീഷന്റെ പുറത്ത് മാത്രം ഒന്ന് നോക്കുക. ഇവിടെ വാല്യൂ അഡീഷൻ എത്രയാണ് വന്നിരിക്കുന്നത്? 2000 അല്ലേ? 2000ന്റെ വാല്യൂ അഡീഷൻ വന്നിരിക്കുന്നത് എത്രയാണ്? 2000. ദെൻ അതിന്റെ 18%. എത്ര കിട്ടുന്നുണ്ട്? 360 ഉണ്ടോ? ഈ 360 എന്ത്? 180 എങ്ങോട്ട് പോകും? സെൻട്രൽ ഗവൺമെന്റിന്റെ CGST ആയിട്ട് പോകും. 180 എങ്ങോട്ട് പോകും? SGST ആയിട്ട് പോകും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഉണ്ടോ? കറക്റ്റ് ആയിട്ട് വാല്യൂ അഡീഷന്റെ പുറത്ത് മാത്രം. ബിക്കോസ് എന്താണ്? ഫർദർ സപ്ലൈ ഉള്ളത് കൊണ്ട്. മിസ്റ്റർ സിക്ക് എന്താണ്? ഒന്നും കിട്ടില്ല. ബിക്കോസ് മിസ്റ്റർ സി ആണ് എന്ത്? അൾട്ടിമേറ്റ് കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ. അൾട്ടിമേറ്റ് കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ ആണ് എന്ത് ചെയ്യുന്നത്? GST സിസ്റ്റത്തിൽ എന്താണ്? ടാക്സ് ബർഡൻ അൾട്ടിമേറ്റ് കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ ആണ് ബോർഡ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് ഇതായിട്ട് എഴുതാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് payable by B to government. B to government. ഇവിടെ ശ്രദ്ധിക്കാം. particulars amount. So നമുക്ക് CGST payable. So that means സിയുടെ നിന്ന് കളക്ട് ചെയ്ത് എത്രയാണ് CGST payable? നോക്കി അറിയാം. CGST എത്രയാണ് കളക്ട് ചെയ്തത്? പേയബിൾ 1080 ആണ്. 1080. CGST ക്രെഡിറ്റോ ലെസ് ITC ഓഫ് CGST ക്രെഡിറ്റ് എത്രയാണ്? 900. സോ നെറ്റ് ചെയ്യുമ്പോൾ എത്രയാണ്? 180.
180 ആണെന്ത് CGST പേയബിൾ. സോ താഴത്തൊക്കെ എഴുതാം CGST പേയബിൾ. സോ നെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? CGST പേയബിൾ ടു സെൻട്രൽ ഗവൺമെന്റ് എത്രയാണ്? 180. സോ അതേപോലെ SGST പേയബിൾ എത്രയാണ്? 1080 ആണ്. ലെസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് SGST എത്ര ഉണ്ട്? 900 ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര വരും? 180. സോ ഇതാണ് എവിടെ പേ ചെയ്യേണ്ടത്? SGST പേയബിൾ ടു സ്റ്റേറ്റ് ഗവൺമെന്റ്. SGST പേയബിൾ ടു സ്റ്റേറ്റ് ഗവൺമെന്റ്. 180. സോ വാല്യൂ ആഡഡ് ടാക്സ് 2000 പുറത്ത് 18% ആയിട്ട് നമുക്ക് 360. GST is a value added tax. Then എന്തുകൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? സ്റ്റേറ്റ്മെന്റ് ഓഫ് റവന്യൂ. ഇതാണ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് റവന്യൂ ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് റവന്യൂ ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. പർട്ടിക്കുലേഴ്സ്. സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. GST എന്താണ്? നമ്മുടെ ഡയറക്ട് ടാക്സ് പോലെ ഒരു പ്രീവിയസ് ഇയറിലെ മൊത്തവും കണ്ടുപിടിച്ചിട്ട് ഒറ്റയടിക്ക് ടാക്സ് ചെയ്യാൻ. ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ടാക്സേഷൻ. അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അതിന്റെ പുറത്താണ് ടാക്സേഷൻ വരുന്നത്. ദെൻ റവന്യൂ ടു സെൻട്രൽ ഗവൺമെന്റ്, റവന്യൂ ടു സ്റ്റേറ്റ് ഗവൺമെന്റ്. So revenue to central government and revenue to state government. Okay, first then supply of goods by A to B. Okay, so A B ke supply നടത്തിയപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എത്രയാണ് കിട്ടിയത് ഫണ്ട്? സോ A B ക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ സപ്ലൈ നടത്തിയപ്പോൾ എന്താണ്? ബിയുടെ എ എത്ര കളക്ട് ചെയ്തു? CGST ആയിട്ട് 900. സോ എ കളക്ട് ചെയ്യാൻ മീൻസ് എ എന്ത് ചെയ്തിരിക്കണം? എ സെൻട്രൽ ഗവൺമെന്റ് നടത്തുക. സോ സെൻട്രൽ ഗവൺമെന്റ് ആ ഒരു ട്രാൻസാക്ഷൻ നടന്നപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എത്ര കിട്ടി? 900. സ്റ്റേറ്റ് ഗവൺമെന്റ് എത്ര കിട്ടി? 900. ക്ലിയർ ആണോ? ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ B to C. നോ, B സിക്ക് സപ്ലൈ നടത്തിയപ്പോൾ സോ നമ്മൾ എത്രയാണ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് B എത്രയാണ് പേ ചെയ്തത്? നെറ്റ് ചെയ്തതിന് ശേഷം എത്രയാണ് പേ ചെയ്തത്? എത്രയാണ് പേ ചെയ്തത്? 1080 ഓൾറെഡി ക്രെഡിറ്റില്, 900 ഓൾറെഡി ക്രെഡിറ്റിലുണ്ട്. ദെൻ 1080 കളക്ട് ചെയ്തു. എത്രയാണ് നെറ്റ് പേ ചെയ്ത്? എത്ര കണ്ടോ? CGST പേയബിൾ ടു സെൻട്രൽ ഗവൺമെന്റ് എത്രയായിരുന്നു? 180. അതേപോലെ SGST എത്രയായിരുന്നു? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1080 നിന്ന് 900 നെറ്റ് ചെയ്തു. ഇൻപുട്ട് ക്രെഡിറ്റ് 180. സോ നോക്കാം, ടോട്ടൽ സെൻട്രൽ ഗവൺമെന്റ് ടോട്ടൽ എത്ര കിട്ടി? 1080. സ്റ്റേറ്റ് ഗവൺമെന്റിനോ 1080. ഇവിടെ നോക്കാം, നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നോക്കുക, സി അതായത് കംപ്ലീറ്റ് ടാക്സ് ഈസ് ബോൺ ബൈ ദ അൾട്ടിമേറ്റ് കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ. സി എത്രയൊക്കെയാണ് ടാക്സ് കൊടുത്തത് നോക്കിയേ? സെൻട്രൽ ഗവൺമെന്റിന് 1080, സ്റ്റേറ്റ് ഗവൺമെന്റിന് 1080 ഉണ്ടോ? രണ്ട് പ്രാവശ്യമായിട്ട് നെറ്റ് എല്ലാം കഴിഞ്ഞിട്ട് എന്താണ് ഗവൺമെന്റിന് ഒരു റവന്യൂ ലോസും വരാതെ എന്താണ് കിട്ടി? എൻറ്റയർ 1080 കിട്ടിയത് കണ്ടോ? അൾട്ടിമേറ്റ് കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ കൊടുത്ത അതേ ഫിഗർ എന്താണ്? രണ്ട് സ്റ്റേജിലായിട്ട് ഒരു 900ഉം ഒരു 180യും ആയിട്ട് എന്ത് കിട്ടി? 1080 രണ്ട് സ്റ്റേജിലുമായി ആർക്ക് കിട്ടി? സെൻട്രൽ ഗവൺമെന്റിനും 1080 കിട്ടി, സ്റ്റേറ്റ് ഗവൺമെന്റിനും 1080 കിട്ടി. ക്ലിയർ ആണോ? സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? റവന്യൂ ഷെയറിംഗ് ബിറ്റ്വീൻ സ്റ്റേറ്റ്. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ഉള്ള റവന്യൂ ഷെയറിംഗ് കൂടെ നമ്മൾ അടുത്ത പ്രോബ്ലത്തിൽ ഇപ്പം അടുത്ത ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യും. ക്ലിയർ ആണോ ഇത്?
ഫസ്റ്റ് സ്റ്റേജിൽ ഒറ്റ ട്രാൻസാക്ഷനേ ഉള്ളായിരുന്നു. നമ്മൾ എന്താണ് ഇവിടെ കൊണ്ട് നിർത്തി. ദെൻ ആ ട്രാൻസാക്ഷന് പുറത്ത് അതേ സ്റ്റേറ്റിൽ തന്നെ ഒരു ട്രാൻസാക്ഷനും കൂടെ നടന്നപ്പോൾ ഉള്ള രണ്ടാമത്തെ ഇൻ ബിറ്റ്വീൻ വരുന്ന ബിക്ക് വരുന്ന ടാക്സ് ലയബിലിറ്റി നമ്മൾ പറഞ്ഞു. ദാറ്റ് മീൻസ് പേയ്മെന്റ്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? റവന്യൂ ഷെയറിംഗ്, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള റവന്യൂ ഷെയറിംഗ് എടുത്തു. ഓരോ സ്റ്റേറ്റിലും ഫസ്റ്റ് സപ്ലൈ എ ടു ബി, അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് 900 കിട്ടി, സ്റ്റേറ്റ് ഗവൺമെന്റ് 900 കിട്ടി. രണ്ടാമത്തെ നോക്കുമ്പോൾ എന്താണ്? നെറ്റിംഗ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന് 180, സ്റ്റേറ്റ് ഗവൺമെന്റിന് 180, സെൻട്രൽ ഗവൺമെന്റിനും 180. സോ അത് നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയിരിക്കണം? ഫൈനൽ സ്റ്റേജില് അൾട്ടിമേറ്റ് കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ കൊടുത്തിരിക്കുന്ന 1080, സെൻട്രൽ ഗവൺമെന്റിന് 1080, സ്റ്റേറ്റ് ഗവൺമെന്റിന് 1080. ക്ലിയർ ആണോ? ക്ലിയർ എല്ലാവർക്കും? നെക്സ്റ്റ്, ഇനി നമ്മൾ എന്താണ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ കൂടെ വരുമ്പോൾ എന്ത് ചെയ്യാൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ. Mr. A supplies goods valued rupees 10,000 to Mr. B bracket of same state. Then Mr. B supplies these goods to Mr. C of another state. Okay. After a value addition of 20%. Compute tax payable by Mr. B. Compute tax liability of Mr. B. Compute tax liability of Mr. B. Compute tax liability of Mr. B. നമ്മൾ നോക്കാം. Mr. A to Mr. B. ഇത് എന്ത് ടൈപ്പ് ഓഫ് സപ്ലൈ ആണ്? ഇന്റർ സ്റ്റേറ്റ് ആണോ ഇൻട്രാ സ്റ്റേറ്റ് ആണോ? മിസ്റ്റർ എയും മിസ്റ്റർ ബിയും സെയിം സ്റ്റേറ്റ് ആണോ ഡിഫറെന്റ് സ്റ്റേറ്റ് ആണോ? മിസ്റ്റർ എയും മിസ്റ്റർ ബിയും എന്താണ്? സെയിം സ്റ്റേറ്റ് ആണ്. therefore എന്താണ്? ഒരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. സോ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ എന്താണ്? വാല്യൂ എത്രയായിരുന്നു? 10,000 ആയിരുന്നു. അതിന്റെ പുറത്ത് എന്തൊക്കെ ആഡ് ചെയ്യണം? ആഡ് CGST at the rate 9%. ഇവിടെയും എന്താണ്? GST 18% ആണ് എടുത്തിരിക്കുന്നത്. Then add SGST at the rate 9%. So വരും 900 എത്രയിട്ടും 11,800 അല്ലെ? സോ 1,800 എക്സ്ട്രാ വന്നു. സോ ഇവിടെ ഉണ്ടോ? ഇവിടെ മിസ്റ്റർ ബി നീ എന്ത് ചെയ്യുന്നുണ്ട്? ആർക്കാണ് സപ്ലൈ കൊടുക്കുന്നത്? മിസ്റ്റർ സി. സോ ഇത് എന്ത് സപ്ലൈ ആണ്? മിസ്റ്റർ ബിയും മിസ്റ്റർ സിയും സെയിം സ്റ്റേറ്റ് ആണോ? അനദർ സ്റ്റേറ്റ് ആണ്. സോ ദാറ്റ് മീൻസ് ഈ സപ്ലൈ നമ്മൾ എന്ത് പറയും? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയോ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ? ഇത് എന്താണ്? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ അല്ലെ? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ.
സോ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ എന്താണ്? ആ കോസ്റ്റിന്റെ പുറത്ത് വാല്യൂവിന്റെ പുറത്ത് എത്ര വാല്യൂ അഡീഷൻ ആണ്? 20%. ദാറ്റ് മീൻസ് 20% കൂടെ ആഡ് ചെയ്യുമ്പോൾ വാല്യൂ എത്ര വരും? 12,000. സോ വാല്യൂ 12,000. അതിന്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യണം? ആഡ് CGST SGST വരുമോ? ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ എന്ത് മാത്രമേ വരത്തുള്ളൂ? IGST മാത്രമേ വരത്തുള്ളൂ. എൻറ്റയർ. സോ IGST at the rate 18%. Right, IGST at the rate 18%. 12,000 into 18%. Right, 2,160. 2,160. So invoice price എത്ര വരും? 14,160. Okay. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് എന്താണ് വേണ്ടത്? കമ്പ്യൂട്ട് ടാക്സ് പേയബിൾ അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി. സോ ഇവിടെ ടാക്സ് ലയബിലിറ്റി വെച്ചാൽ ജസ്റ്റ് ഫിഗർ എഴുതിയോണ്ട് ഒരു കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം? ഒന്നുകിൽ CGST ആണോ അല്ലെങ്കിൽ SGST ആണോ IGST ആണോ എന്താണ് പേയബിൾ എന്ന് എക്സാക്ട് ആയിട്ട് എഴുതാനാണ് നമുക്ക് ക്രെഡിറ്റ് കിട്ടുന്നത്. ഇവിടെ മിസ്റ്റർ ബിയുടെ പെർവ്യൂലാണ് നമ്മൾ ആൻസറിലേക്ക് വരുന്നത്. മിസ്റ്റർ ബി അല്ലെ? സോ മിസ്റ്റർ ബിയുടെ പെർവ്യൂവിൽ എടുത്താൽ മിസ്റ്റർ ബിയുടെ എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടോ? എന്തുകൊണ്ട്? ITC ഓഫ് CGST ഉണ്ട് അല്ലെ? സോ പർച്ചേസ് ചെയ്തപ്പോൾ ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന CGST എത്രയുണ്ട്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് CGST എത്രയുണ്ട്? ദെൻ ITC ഓഫ് SGST എത്ര കിടപ്പുണ്ട്? 900. ദെൻ കളക്ട് ചെയ്തിരിക്കുന്ന എന്താണ്? കളക്ട് ചെയ്തിരിക്കുന്ന എന്താണ്? CGSTയും SGST ആണോ കളക്ട് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ പേ ചെയ്യേണ്ടത് എന്താണ്? കളക്ട് ചെയ്യാൻ മീൻസ് എന്താണ്? പേ ചെയ്യണം അല്ലെ? സോ IGST പേയബിൾ എത്രയാണ്? IGST പേയബിൾ എത്രയാണ്? 2,160 അല്ലെ? സോ 2,160 എന്താണ്? IGST പേയബിൾ ആണ്. ദെൻ ഇനി എന്താണ് നമ്മുടെ ITC യൂട്ടിലൈസേഷൻ? സോ ഇവിടെ നോർമലി സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുന്ന ഇവിടെയാണ്. IGST പേയബിൾ ആണ്, ഇത് IGST ക്രെഡിറ്റ് അല്ല. IGST ക്രെഡിറ്റ് മീൻസ് എന്താണ്? ഞാൻ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ, അങ്ങനെ ഒരു പർച്ചേസ് എനിക്കില്ല. ബിക്കോസ് ഞാൻ എന്താണ്? സെയിം സ്റ്റേറ്റിൽ നിന്നാണ്. സോ പർച്ചേസ് എനിക്ക് എന്തൊക്കെയാണ് എന്റെ കയ്യിൽ ക്രെഡിറ്റ് ഉള്ളത്? IGST ക്രെഡിറ്റ് ഉണ്ടോ എന്റെ കയ്യിൽ? ഉണ്ടോ? ഇനി ആ യൂട്ടിലൈസേഷൻ റൂൾ നോക്കണം. IGST ക്രെഡിറ്റ് ഉണ്ടോ? ഇല്ല എന്റെ കയ്യിൽ. പിന്നെ എന്തുണ്ട്? SGST ക്രെഡിറ്റ് ഉണ്ട്. SGST ക്രെഡിറ്റ് ഫസ്റ്റ് എന്തിനെ അഗേൻസ്റ്റ് ആണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്? ഈ SGST പേയ്മെന്റിന്. ഇവിടെ SGST പേ ചെയ്യാനുണ്ടോ? സോ എന്റെ CGST ക്രെഡിറ്റ് ആണ് ഉള്ളത്. CGST ക്രെഡിറ്റ് ഇവിടെ CGST പേ ചെയ്യാനുണ്ടോ? ഇല്ല. സോ CGST ക്രെഡിറ്റ് എന്റെ കയ്യിലുണ്ട്. ഫസ്റ്റ് എന്തിനെ അഗേൻസ്റ്റ് നോക്കണം? CGST ക്രെഡിറ്റ് CGST പേയ്മെന്റ് ഉണ്ടോ നോക്കണം. സോ ഫസ്റ്റ് യൂട്ടിലൈസ് അഗെയിൻസ്റ്റ് CGST പേയ്മെന്റ് ഇല്ല. ദെൻ മിച്ചമുള്ള ബാലൻസ്, ദാറ്റ് മീൻസ് എൻറ്റയർ എമൗണ്ട് എന്താണ്? ബാലൻസ് ആയിട്ട് കിടക്കണം. എനിക്ക് എന്തിനെ അഗേൻസ്റ്റ് നോക്കാം? ഇനി SGSTക്ക് അഗേൻസ്റ്റ് പറ്റില്ല, ബട്ട് എന്തിനെ അഗേൻസ്റ്റ് പറ്റും? IGST അല്ലെ? സോ എന്റെ കയ്യിൽ CGST ക്രെഡിറ്റ് 900 ഉണ്ട്. IGST പേയബിൾ എത്രയുണ്ട്? 2,160 ഉണ്ട്. സോ എന്റെ ഈ CGST ക്രെഡിറ്റ് എനിക്ക് ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തൂടെ? സോ എത്ര യൂട്ടിലൈസ് ചെയ്യാം? 900 ഇതിൽ നിന്ന് കുറയ്ക്കാം. ദെൻ എന്താണ്? എൻറ്റയർ IGST ക്രെഡിറ്റ് CGST ക്രെഡിറ്റ് ഞാൻ യൂട്ടിലൈസ് ചെയ്തു. ദെൻ അടുത്ത എന്തിലേക്ക് വന്നു? ഇനി എന്റെ എന്താണ് ഉള്ളത്? SGST ക്രെഡിറ്റ് ഉണ്ട് അല്ലെ? ദെൻ SGST ക്രെഡിറ്റ് ഉണ്ട്. ഫസ്റ്റ് എന്തിന് അഗേൻസ്റ്റ് യൂട്ടിലൈസ് ചെയ്യണം? SGST പേയ്മെന്റിനിടയ്ക്ക് SGST പേയബിളിന് അഗേൻസ്റ്റ് യൂട്ടിലൈസ് ചെയ്യണം. SGST പേയബിൾ ഉണ്ടോ? ഇല്ല. ഇവിടെ എന്താണ് ഞാൻ നടത്തിയിരിക്കുന്നത്? ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണ്. ഔട്ട്വേർഡ് സപ്ലൈ കൊടുത്തിരിക്കുന്നത് ഇൻട്രാസ്റ്റേറ്റ് അല്ല, ഇന്റർസ്റ്റേറ്റ് ആണ്. സോ ഞാൻ എന്ത് മാത്രമാണ് പേയബിൾ ആയിട്ടുള്ളത്? IGST മാത്രമാണ് എനിക്ക് പേയബിൾ ആയിട്ടുള്ളത്. സോ എന്റെ ക്രെഡിറ്റിൽ എന്തുണ്ട്? SGST ക്രെഡിറ്റ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ എന്തിനെ അഗേൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ നോക്കണം? SGST പേയബിൾ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? SGST പേയബിൾ എന്തെങ്കിലും ഉണ്ടോ? SGST പേയബിൾ ഉണ്ടോ? ലയബിലിറ്റി ഉണ്ടോ? ഇല്ല. സോ ദാറ്റ് മീൻസ് SGST പേയബിൾ ഇല്ല എങ്കിൽ പിന്നീട് എന്തുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം എനിക്ക്? IGST പേയബിൾ. സോ 2,160 നിന്ന് 900 കുറച്ചാൽ പിന്നെ എത്ര ഉണ്ട്? 1,260 ഉണ്ട്. സോ ഇതിൽ നിന്ന് എനിക്ക് എന്ത് കുറയ്ക്കാം? 900 കുറയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ എത്ര വരും? 1,260 നിന്ന് -900. സോ അവിടെ എത്രയാണ് ലയബിലിറ്റി? മിച്ചം എത്ര വരുന്നുണ്ട്? എക്സാക്ട് 360. ബിക്കോസ് വാല്യൂ അഡീഷൻ എത്രയേ ഉള്ളൂ? 2,000 വാല്യൂ അഡീഷൻ ഉള്ളൂ. അതിന്റെ 18% 360. പക്ഷേ ഇവിടെ മിസ്റ്റർ ബി സെൻട്രൽ ഗവൺമെന്റിനാണോ സ്റ്റേറ്റ് ഗവൺമെന്റിനാണോ ഇത് പേ ചെയ്യേണ്ടത്? 360 പേയബിൾ എന്താണ്? 2,160 സെൻട്രൽ ഗവൺമെന്റ് IGST ആയിട്ട് പേ ചെയ്യണമായിരുന്നു. എന്റെ കയ്യിൽ CGST ക്രെഡിറ്റ് ഉണ്ടായിരുന്നു 900 രൂപ. അത് ഞാൻ കുറച്ചു. ദെൻ എന്റെ കയ്യിൽ SGST ക്രെഡിറ്റ് ഉണ്ടായിരുന്നു 900 രൂപ. അത് കുറച്ച് കഴിയുമ്പോൾ എത്ര ഉണ്ട്? 360 രൂപ എന്റെ കയ്യിൽ പേയബിൾ ആണ്. സോ ഞാൻ ആർക്കാണ് ഇത് പേയബിൾ? അല്ലെങ്കിൽ എന്താണ് പേയബിൾ? അതാണ് ജസ്റ്റ് 360 എന്ന ഫിഗറിനല്ല മാർക്ക്.
എനിക്ക് എന്താണ് മിസ്റ്റർ ബിക്ക് പേയബിൾ ലയബിലിറ്റി എന്താണ് പറഞ്ഞത്? IGST പേയബിൾ. സോ IGST ആർക്കാണ് പേ ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണോ? ടു സെൻട്രൽ ഗവൺമെന്റ്. ക്ലിയർ ആണോ? then ഇനിയുണ്ട് ലയബിലിറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആൻസർ ആയിട്ട് എഴുതുമ്പോഴത്തേക്കും computation of GST payable by Mr. B to government. Particulars amount in rupees. So first എന്തായിരുന്നു? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് IGST പേയബിൾ എത്രയാണ്? 2160 അല്ലേ? നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 2160. സോ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കുറയ്ക്കാം? ലെസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് CGST 900 less input tax credit of SGST 900. കുറച്ച് എത്ര ഉണ്ട് മിച്ചം? ഉണ്ടോ? മിച്ചം എത്ര ഉണ്ട്? 360. സോ ഇത് എന്താണെന്ന് എഴുതുന്നതിലാണ് മാർക്ക്. IGST പേയബിൾ ടു സെൻട്രൽ ഗവൺമെന്റ്. IGST payable to central government. IGST payable to central government. Okay. Clear ആണോ? നമ്മള് ഒരു സ്റ്റെപ്പ് കൂടെ നമ്മള് മുന്നോട്ട് പോവാണ്. സോ ഇവിടെ ആ റവന്യൂ ഷെയറിംഗിന്റെ ഒരു കേസ് കൂടെ, ഒരു ക്വസ്റ്റ്യൻ. Mr. A supplies goods valued rupees 10,000 to Mr. B. Bracket same state. Then Mr. B supplies goods to Mr. C after a value addition of 20%. Value addition of 20%. After a value addition of 20%. Different state. Okay. Then ഒരെണ്ണം കൂടെ കൊണ്ടുവരണം നമ്മള്. Mr. C supplies goods to Mr. D after a value addition of 20%. Same state. Same state. Same state. GST rate 18%. Show the revenue sharing statement. So complete concept ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഇവിടെ ഒന്ന് നിങ്ങൾ തന്നെ പറയാ. മിസ്റ്റർ എ ആർക്ക് സപ്ലൈ ചെയ്തു? മിസ്റ്റർ ബി ഓഫ് സെയിം സ്റ്റേറ്റ്. സോ ദാറ്റ് മീൻസ് ഇന്റർ സ്റ്റേറ്റ് ആണോ ഇൻട്രാ സ്റ്റേറ്റ് ആണ്? മിസ്റ്റർ എ ടു മിസ്റ്റർ ബി എന്താണ്? ഇൻട്രാ
സ്റ്റേറ്റ് അല്ലെ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ഇൻട്രാ സ്റ്റേറ്റ്. ദെൻ മിസ്റ്റർ ബി ആർക്ക് കൊടുത്തു? മിസ്റ്റർ സി കൊടുത്തു. അത് ഇൻട്രാ സ്റ്റേറ്റ് ആണോ ഇന്റർ സ്റ്റേറ്റ് ആണോ? ഇന്റർ സ്റ്റേറ്റ് അല്ലെ, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ദെൻ മിസ്റ്റർ സി ആർക്ക് കൊടുത്തു? മിസ്റ്റർ ഡി കൊടുത്തു. അത് ഇൻട്രാ സ്റ്റേറ്റ് ആണോ ഇന്റർ സ്റ്റേറ്റ് ആണോ? ഇൻട്രാ സ്റ്റേറ്റ്. ഓക്കെ, ക്ലിയർ ആണോ അല്ലെ? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ദെൻ ഇനിയാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത് മിസ്റ്റർ ബി, മിസ്റ്റർ എ മിസ്റ്റർ ബി കൊടുത്തത് വാല്യൂ എത്രയായിരുന്നു? 10,000 ആയിരുന്നു. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ട്. CGST at the rate 9%, ഒരു 900. Then SGST at the rate 9%, 900. Then at rate 11,800 അല്ലെ. സോ മിസ്റ്റർ ബി മിസ്റ്റർ സി കൊടുത്തു, എന്താണ് സപ്ലൈ കൊടുത്തു, അതെന്തായിരുന്നു? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിരുന്നു. ആഫ്റ്റർ എ വാല്യൂ അഡീഷൻ ഓഫ് 20%. സോ എത്ര വരും? 12,000ന്റെ പുറത്ത് 12,000ന്റെ പുറത്ത് എത്ര വരും? എന്ത് മാത്രം വരും? IGST മാത്രം. എത്രയാണ്? അറ്റ് ദ റേറ്റ് ഫുൾ അല്ലെ 18%. സോ എത്ര കിട്ടും? 12,000 into 18% to 2,160. So 14,160. 14,160. Then ക്ലിയർ ആണല്ലോ അല്ലെ? ദെൻ ഇവിടെ എന്ത് സംഭവിച്ചു? മിസ്റ്റർ സി ആർ കൊടുത്തു, മിസ്റ്റർ ഡി കൊടുത്തു. എത്രതിനു ശേഷം? ഒരു 20% വാല്യൂ അഡീഷൻ. സോ 12,000 പ്ലസ് 20% എത്ര കിട്ടും? വാല്യൂ എത്രയാണ്? 14,400. 14,400. 14,400. സോ അതൊരു ഇന്റർ സ്റ്റേറ്റ് ആണോ ഇൻട്രാ സ്റ്റേറ്റ് ആണോ? ഇന്റർ സ്റ്റേറ്റ് ആണോ ഇൻട്രാ സ്റ്റേറ്റ് ആണോ? ഇൻട്രാ സ്റ്റേറ്റ് ആണ് അല്ലെ. സോ അതുകൊണ്ട് എന്തൊക്കെ അട്രാക്ട് ചെയ്യും? CGST at the rate 9%, SGST at the rate 9%. So into 9%, 1,296, 1,296, 1,296. Try to answer total 16,992. 16,992. Computation of GST payable to government. ഓരോ സ്റ്റേജിൽ എടുക്കാം. മിസ്റ്റർ ബിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? മിസ്റ്റർ ബിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? മിസ്റ്റർ ബിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ സോ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴത്തേക്കും ഇവിടെ ഞാൻ റവന്യൂ ഷെയറിംഗിലേക്ക് വരികയാണ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴത്തേക്കും മിസ്റ്റർ എ ഗവൺമെന്റിന് എത്രയൊക്കെ അടയ്ക്കും? ഗവൺമെന്റിന് മിസ്റ്റർ എ ഫസ്റ്റ്, അതായത് മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് ആണ്. എത്രയാണ്? CGST 900, SGST എത്രയാണ്? 900 അല്ലെ. എത്ര ആരടിച്ചു? ഗവൺമെന്റിന് എ അടച്ചു അല്ലെ. സോ അത് പേ ചെയ്ത എ അടച്ചെങ്കിലും പേ ചെയ്ത ആരാണ്? അത് എപ്പോഴും ഫുൾ വാല്യൂ മാത്രം പറയാൻ നിൽക്കരുത്. CGST, ബിക്കോസ് നമ്മൾ റവന്യൂ ഷെയറിംഗ് അതാണ് പക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ നിങ്ങൾ പിന്നീട് നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതിൽ ഈ ട്രാൻസ്ഫർ നടത്തുന്നത് അതെല്ലാം GST എന്നാണ് നടത്തുന്നത്. ബട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മളാണ് അത് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് നടന്നു? 900 വെച്ച് കിട്ടി. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ ബിയിലേക്ക് വരുമ്പോൾ ബി എത്ര അടച്ചു? ഓൾറെഡി 900 ഇത് അടച്ചിട്ടുണ്ട്. സോ ബി എത്രയാണ് അടയ്ക്കുന്നത്? ബി അല്ലെ 1,800. ബി ഓൾറെഡി 1,800 ബിയുടെ ക്രെഡിറ്റിലുണ്ട് അല്ലെ. ഒന്നെന്താണ്? CGST 900ഉം
SGST 900 ക്രെഡിറ്റിലുണ്ട്. ബിക്ക് അടയ്ക്കേണ്ട എന്താണ്, അല്ലെങ്കിൽ ലയബിലിറ്റി വരുന്ന എന്താണ്, IGST ആണ് അല്ലെ. 2000 IGST 2160 ഉണ്ടായിരുന്നു. ക്രെഡിറ്റിൽ എന്തൊക്കെയുണ്ട്, CGST ഒരു 900 ഉണ്ട്, SGST ഒരു 900 ഉണ്ട്. സോ ഒരു വാല്യൂ ആഡഡ് ടാക്സ് ആണ്. സോ 2000ന്റെ 18% 360 ആണ് ആരടയ്ക്കുന്നത്, ബി അടയ്ക്കുന്നത്. അത് എങ്ങോട്ടാണ് അടയ്ക്കുന്നത്, CGST SGST ആണോ, CGST SGST ആണോ? IGST അല്ലെ. സോ IGST 360 ആണ് എന്ത് നടക്കുന്നത്, സെക്കൻഡ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എന്താണ് ബി അടയ്ക്കുന്നത്. ദെൻ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇനി ആരാണ് അടയ്ക്കേണ്ടത്, സി ആണ് അടയ്ക്കേണ്ടത് അല്ലെ. സോ എന്താണ്, ഡി ഓൾറെഡി പേ ചെയ്യുന്നുണ്ട്. സോ ഡി അൾട്ടിമേറ്റ് കൺസ്യൂമർ ആണ്, മൊത്തം എന്താണ് ബർഡനും ഡിയുടെ തലയിലാണ്. സോ ദാറ്റ് മീൻസ് 1296 ചാർജ് കിട്ടണം സെൻട്രൽ ഗവൺമെന്റിന്, സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടിയിരിക്കണം. എന്താണ് ഈ നെറ്റിംഗ് കഴിഞ്ഞിട്ട് ഡി പേ ചെയ്യുന്നത്. സോ ഇവിടെ മിസ്റ്റർ സി ആണ് പേ ചെയ്യുന്നത് അല്ലെ. സോ ഇവിടെ മിസ്റ്റർ എ ആയിരുന്നു, ഇവിടെ മിസ്റ്റർ ബി. സെക്കൻഡ് സ്റ്റേജിൽ എന്താണ് മിസ്റ്റർ ബി 360 IGST പേ ചെയ്തു. മിസ്റ്റർ സിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ മിസ്റ്റർ സി എന്താണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, മിസ്റ്റർ സി കളക്ട് ചെയ്ത്, ദാറ്റ് മീൻസ് പേയബിൾ ആയിട്ട് എന്താണുള്ളത്, മിസ്റ്റർ സിക്ക് പേയബിൾ ആയിട്ട് എന്താണുള്ളത്, മിസ്റ്റർ സിക്ക് പേയബിൾ ആയിട്ട് എന്താണുള്ളത്, മിസ്റ്റർ സിക്ക് പേയബിൾ. സോ മിസ്റ്റർ സി മിസ്റ്റർ ഡിയിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചാൽ IGST ആണോ? സോ മിസ്റ്റർ സിക്ക് പേയബിൾ ആയിട്ടുള്ള എന്താണ്, CGST പേയബിളും SGST പേയബിളും ആണുള്ളത്. ക്രെഡിറ്റിൽ എന്താണുള്ളത്, പേയബിൾ CGST 1296 ഉണ്ട്. ക്രെഡിറ്റില് SGST പേയബിൾ എത്രയുണ്ട്, 1296 ഉണ്ട്. ഓക്കെ. സോ ക്രെഡിറ്റിലുള്ള എന്താണ്, IGST ആണ് ക്രെഡിറ്റിലുള്ള. എത്രയാണ്, 2160 IGST ക്രെഡിറ്റ് ആണുള്ളത്. സോ ഇവിടെ നോക്കാം, IGST ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് പേ ചെയ്യാനുണ്ടോ നോക്കും. IGST ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് പേ ചെയ്യാനുണ്ടോ നോക്കും. IGST പേ ചെയ്യാനുണ്ടോ മിസ്റ്റർ സിക്ക്, ഉണ്ടോ? ഇല്ല. സോ IGST പേ ചെയ്യാനില്ലെങ്കിൽ എന്താണ്, CGST SGST എനി ഓർഡർ എനി പ്രൊപ്പോർഷൻ. സോ ഫസ്റ്റ് കംപ്ലീറ്റ്, ഈ പറയുന്ന കംപ്ലീറ്റ് CGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് എടുത്തു, അല്ലെങ്കിൽ CGST പേ ചെയ്തു. IGST ആയതുകൊണ്ട് CGST പേ ചെയ്യാൻ എടുത്ത് നോക്കാം. 1296 പേ ചെയ്തു. സോ 2160 നിന്ന് 1296 കുറച്ചാൽ ബാക്കി എത്രയുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്തു, ഇതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്തു. ആദ്യം എന്ത് ചെയ്തു, CGST പേ ഓഫ് ചെയ്തായിട്ട് എടുത്തു. എനി ഓർഡർ എനി പ്രൊപ്പോർഷൻ ആണ് ആദ്യം കംപ്ലീറ്റ് CGST എടുത്തു എന്ന് വിചാരിക്കാം. ദെൻ മിച്ചം എന്റെ കയ്യിൽ എത്ര ക്രെഡിറ്റ് ഉണ്ട്, ഇത് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ക്രെഡിറ്റ് എത്ര ഉണ്ട്, IGST ക്രെഡിറ്റ് 2260 ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ എന്തിനു വേണ്ടി എടുത്തു, ഞാൻ കളക്ട് ചെയ്ത CGST ആയിട്ടുള്ള 1296 വേണ്ടി എടുത്തു. എന്റെ കയ്യിൽ മിച്ചം എത്ര ഉണ്ട്, 864 ക്രെഡിറ്റ് മിച്ചമുണ്ട്. ഇനി എനിക്ക് എന്തുകൂടെ പേ ചെയ്യണം, ഇത് ഞാൻ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. എന്ത് ചെയ്തു, ഈ IGST ക്രെഡിറ്റ് യൂസ് ചെയ്ത് CGST പേയബിൾ പേയ്മെന്റ് നടത്തിയതുപോലെ എടുത്തു. ദെൻ എനിക്ക് ഇനി എത്രയാണ്, എന്റെ കയ്യിൽ 864 ക്രെഡിറ്റ് ഉണ്ട്. എന്ത് പേ ചെയ്യാനുണ്ട്, SGST ആയിട്ട് 1296 പേ ചെയ്യാനുണ്ട്. ഞാൻ എന്ത് സെറ്റ് ഓഫ് ചെയ്യും, ഇതിൽ നിന്ന് 864 കുറച്ചാൽ 1296 നിന്ന് 864 കുറച്ചാൽ എന്ത് വരും, എത്ര വരും ഫിഗർ, എമൗണ്ട് ആണ് അറിയേണ്ടത്. 432 കേട്ടോ. സോ ജസ്റ്റ് നമ്പർ മാത്രം നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ബിക്കോസ് ഇവിടുത്തെ വാല്യൂ അഡീഷൻ എത്രയാണ്, വാല്യൂ അഡീഷൻ 2400 ആണ്. അതിന്റെ 18% എടുത്താൽ ഇവിടുത്തെ 12,000 കൂടെ 20% 2400 അല്ലെ. സോ അതേ ഇൻറ്റു 18% എടുത്താൽ നമുക്ക് ഒറ്റയടിക്ക് എന്ത് കിട്ടും, വാല്യൂ അഡീഷന്റെ പുറത്തുള്ള ടാക്സേഷൻ ആണ് GST 432. പക്ഷേ നമ്മൾ എന്താണ് സെറ്റ് ഓഫ് ചെയ്ത് SGST കഴിഞ്ഞു, ദെൻ CGST കഴിഞ്ഞു. 432 എന്താണ് പേ ചെയ്യേണ്ടത്,
SGST പേയബിൾ. SGST പേയബിൾ എത്ര വരും? 432. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്തുകൂടെ ചോദിച്ചിട്ടാണ് ഇവിടെയാണ് ഇലക്ട്രോണിക് ഡിക്ലറേച്ചർ ആ GST എന്നാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എക്സാക്ട് ആയിട്ട്. ആക്ച്വലി ഇവിടെ ഉണ്ടോ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് റവന്യൂ. സ്റ്റേറ്റ്മെന്റ് ഓഫ് റവന്യൂ വെരി ഇമ്പോർട്ടന്റ്, ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. particulars, then particulars, then revenue to central government. then ഇവിടെ രണ്ട് സ്റ്റേറ്റ് ഉണ്ട്, revenue to state 1, then revenue to state 2. okay, the GST means എന്താണ്? പോയിന്റ് ഓഫ് ടാക്സേഷൻ ആണ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്തായിരുന്നു? സപ്ലൈ ബൈ മിസ്റ്റർ എ ടു മിസ്റ്റർ ബി. സോ ഫസ്റ്റ് സപ്ലൈയിൽ എന്തൊക്കെയായിരുന്നു നടക്കുന്നത്? മിസ്റ്റർ എ എത്രയാണ് പേ കിട്ടുന്നത്? സെൻട്രൽ ഗവൺമെന്റിന് ഫസ്റ്റ് സപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 900 rupees കിട്ടും. സ്റ്റേറ്റ് 1ന് 900 rupees കിട്ടും. കറക്റ്റ് അല്ലേ? ക്ലിയർ ആണോ? ദെൻ രണ്ടാമത്തെ സപ്ലൈ എന്തായിരുന്നു? സപ്ലൈ ബൈ മിസ്റ്റർ ബി ടു മിസ്റ്റർ സി. സോ നമ്മൾ അവിടെയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇത് കഴിയുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? എത്രയാണ് രണ്ടാമത്തെ സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും മിസ്റ്റർ ബി പേ ചെയ്യുന്ന ടാക്സ്? 360 അല്ലെ? സോ 360 എങ്ങോട്ടാണ് പേ ചെയ്യുന്നത്? രണ്ട് സ്റ്റേറ്റിലായിട്ടാണോ അതോ സെൻട്രൽ ഗവൺമെന്റ്? IGST ആർക്കാണ് പേ ചെയ്യുന്നത്? സ്റ്റേറ്റ് 1നോ സ്റ്റേറ്റ് 2നോ ആണോ? IGST ആർക്കാണ് പേ ചെയ്യുന്നത്? IGST ആർക്കാണ് പേ ചെയ്യുന്നത്? ആർക്കാണ് IGST പേ ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് അല്ലെ? സോ രണ്ടാമത്തെ സ്റ്റേജില് സെൻട്രൽ ഗവൺമെന്റ് എത്ര കിട്ടി? 360 കിട്ടി. സ്റ്റേറ്റ് 1നും സ്റ്റേറ്റ് 2നും എന്താണ് അവിടെ ഒന്നും തന്നെ കിട്ടുന്നില്ല. ദെൻ അവിടെ 360 അല്ലെ പേ ചെയ്യുമ്പോൾ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? 360 പേ ചെയ്യുന്നുള്ളൂ. സോ 360 സെൻട്രൽ ഗവൺമെന്റ് പേ ചെയ്യുമ്പോൾ എന്ത് ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്? ട്രാൻസ്ഫർ. സോ എന്ത് ക്രെഡിറ്റ് യൂട്ടിലൈസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്? ഇവിടെയുള്ള ഈ 900 സ്റ്റേറ്റ് 1ലെ SGST 900 കുറച്ചിട്ടല്ലേ? സോ സെൻട്രൽ ഗവൺമെന്റ് ആയതുകൊണ്ട് അതെന്താണ് അവിടെ തന്നെ ഉണ്ട്. ദെൻ ഈ SGST 2160 ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. ദെൻ എവിടെ നിന്നാണ് അത് സെറ്റ് ഓഫ് ചെയ്തത്? ഒരെണ്ണം ഈ 900. ദെൻ അതുകൂടാതെ എന്താണ് ഈ പറയുന്ന സ്റ്റേറ്റ് 1ലെ SGST സെറ്റ് ഓഫ് ചെയ്ത്. ദാറ്റ് മീൻസ് എന്ത് കുറഞ്ഞു? ഇവിടുന്ന് ഈ സ്റ്റേറ്റ് 1ൽ നിന്ന് ഈ 900. സോ ആക്ച്വലി സെക്കൻഡ് സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും എത്രയാണ് വരേണ്ടത്? 2160 ആണ് IGST ടോട്ടൽ കിട്ടേണ്ടത്. സോ IGST കിട്ടും. സോ നമ്മൾ എത്ര പേ ചെയ്യുന്നുള്ളൂ? 360 പേ ചെയ്യുന്നുള്ളൂ. അതെങ്ങനെയാണ്? ഓൾറെഡി എന്താണ് സെൻട്രൽ ഗവൺമെന്റ് കയ്യിലുള്ള 900. ദെൻ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫസ്റ്റിനുള്ള 900 എന്ത് ചെയ്യും? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. സോ നോക്കിയാൽ നാടിയെ നോക്കിയേ, രണ്ടാമത്തെ സ്റ്റേജിൽ എത്ര വന്നു? 2160 വന്നില്ലേ? 900 പ്ലസ് 900 1800 പ്ലസ് 360 2160. സോ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ 360 മാത്രമേ പേ ചെയ്യുന്നുള്ളൂ. അത് എന്തിനു ശേഷമാണ്? സെൻട്രൽ ഗവൺമെന്റിന് ഓൾറെഡി കിട്ടിയ 900ഉം ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് 900ഉം കൂടി എടുത്തിട്ട് എന്താണ് ഇൻഫാക്ട് 2160 കിട്ടിയിട്ടാണ്. സോ ദാറ്റ് മീൻസ് ഉണ്ട് ഇവിടെ ഇവർക്ക് കിട്ടിയ 900 എന്താണ് സെറ്റ് ഓഫ് ചെയ്ത് പോയി, ആ സ്റ്റേറ്റിന് കിട്ടിയില്ല. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ എന്താണ് വരുന്നത്? അടുത്ത ട്രാൻസാക്ഷൻ സപ്ലൈ ബൈ മിസ്റ്റർ സി ടു മിസ്റ്റർ ഡി. ഓക്കെ, മിസ്റ്റർ സി മിസ്റ്റർ ഡിക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത്?
ഒരു 432 രൂപ പേ ചെയ്തു. എന്ത് പേ ചെയ്തു? മിസ്റ്റർ സി പേ ചെയ്തു. മിസ്റ്റർ സി പേ ചെയ്തു. ആർക്കാണ് അത് പേ ചെയ്തത്? സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. ഏത് സ്റ്റേറ്റിനാണ്? സ്റ്റേറ്റ് 1 ആണോ സ്റ്റേറ്റ് 2 ആണോ? സ്റ്റേറ്റ് 2 അല്ലെ. സോ എത്രയാണ് പേ ചെയ്യുന്നത്? 432. ബട്ട് ആക്ച്വലി 432 ആയിരുന്നോ പേ ചെയ്യേണ്ടിയിരുന്നത്? പേ ചെയ്യേണ്ടിയിരുന്നത് എത്രയാണ്? സെൻട്രൽ ഗവൺമെന്റിന് 1296 കിട്ടണം, സ്റ്റേറ്റ് ഗവൺമെന്റിന് 1296, സ്റ്റേറ്റ് ഗവൺമെന്റ് 2-ന്. സോ അവിടെയാണ് 432 പേ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് 1200 എന്താണ് സെറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത്? 864 എവിടുന്നാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് എവിടുന്നാണ് 864 വന്നിരിക്കുന്നത്? ഇവിടുന്ന് ഒരു 864 എങ്ങോട്ട് വന്നു? ഇങ്ങോട്ട് വന്നു. 864. ആക്ച്വലി സ്റ്റേറ്റ് ഗവൺമെന്റ് 2-ന് എത്ര കിട്ടണമായിരുന്നു? 1296 കിട്ടണമായിരുന്നു. അതിൽ എത്ര പേ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ? സെറ്റ് ഓഫ് 432. ദെൻ ബാക്കിയുള്ള 864 എവിടുന്നാണ് എടുത്തിരിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റിന്റെ IGST-യിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ദെൻ ഒന്ന് കൂട്ടി നോക്കുക. സോ നമ്മുടെ അൾട്ടിമേറ്റ് കൺസ്യൂമർ ആയിട്ടുള്ള ഡി, മിസ്റ്റർ ഡി എത്രയൊക്കെയാണ് പേ ചെയ്ത്? സെൻട്രൽ ഗവൺമെന്റിന് 1296, സ്റ്റേറ്റ് ഗവൺമെന്റ് 2-ന് 1296. ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയേ. ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെന്റ് 1-ന് എന്താണ്? ഒന്നുമില്ല. 432 864 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 432 പ്ലസ് 864 എത്ര കിട്ടുന്നുണ്ട്? 1296. ദെൻ ഇവിടെ ഒന്ന് നോക്കി. നോക്കിയേ, എന്തൊക്കെയുണ്ട്? 900 ഉണ്ട്, പ്ലസ് 360 ഉണ്ട്, പ്ലസ് 900 ഉണ്ട്, മൈനസ് 864. 900 പ്ലസ് 360 പ്ലസ് 900 മൈനസ് 864 എത്ര കിട്ടുന്നുണ്ട്? 1296. 1296. നോക്കി. ഫൈനൽ സ്റ്റേജിലെ മിസ്റ്റർ ഡി എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന് 1296, സ്റ്റേറ്റ് ഗവൺമെന്റ് 2-ന് 1296. എക്സാക്ട് ഫിഗർ കിട്ടിയില്ലേ? ക്ലിയർ ആണോ? സോ ഇതാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലെ GSTN ചെയ്യുന്ന ട്രാൻസ്ഫർ. ഒരു സ്റ്റേറ്റിൽ നിന്ന് ഓരോ ടൈമിലുള്ള നമ്മൾ ട്രാൻസാക്ഷൻ വെച്ചിട്ട് എന്താണ് പേ ചെയ്തെടുത്തു. അതിലെ സെറ്റ് ഓഫ് വരുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്നോ എന്ത് ചെയ്തു? ക്രോസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് നെറ്റ് ചെയ്തു. അൾട്ടിമേറ്റ് നോക്കുക. എന്താണ്? റവന്യൂ ലോസ് ഒന്നും തന്നെ ആർക്കും എന്താണ് ഗവൺമെന്റിന് വരത്തില്ല. സെൻട്രൽ ഗവൺമെന്റ് 1296 കിട്ടണം. എക്സാക്ട്ലി കിട്ടിയില്ല. 1296. സ്റ്റേറ്റ് ഗവൺമെന്റ് 2-ന് 1296. ബിക്കോസ് എന്താണ്? ഒരു ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയും ഒരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയും രണ്ടും കൂടെ വരുന്നത് കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് 1-ന് എന്താണ്? ഒരു റവന്യൂ കിട്ടുന്നില്ല. സോ ഇത്രയാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്സിൽ വരുന്ന GSTയുടെ ഏറ്റവും ഈ പറയുന്നുണ്ട്. ഈ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഓട്ടോമാറ്റിക് ചെയ്യുന്ന നമുക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടതാണ് ഓരോ സ്റ്റേജിലും ആക്ച്വലി ഈ പറയുന്ന പോലെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ കാരണം എന്ത് സംഭവിക്കുന്നു അതിനുവേണ്ടിയാണ് നമ്മൾ ഈ റവന്യൂ സ്റ്റേറ്റ്മെന്റ് എഴുതിയത്. പക്ക ഓരോ സ്റ്റേറ്റിലും സംഭവിക്കുന്നതാണ് നമ്മൾ റവന്യൂ സ്റ്റേറ്റ്മെന്റിലേക്ക് കൊണ്ടുവന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ 2 പേർക്ക് 900 കിട്ടി. സെക്കൻഡ് സ്റ്റേജിൽ 360 പേ ചെയ്തുള്ളൂ. അത് 360 പേ ചെയ്യാൻ കാരണം എന്താണ്? സ്റ്റേറ്റിന്റെ 900 കൂടെ എടുത്തിട്ട്, സ്റ്റേറ്റ് 1-ന്റെ 900 കൂടെ എടുത്തിട്ടാണ് അത് 360-ൽ നിർത്തിയത്. സോ സ്റ്റേറ്റ് 1-ന്റെ 900 ലെസ് ചെയ്തു, ഇങ്ങോട്ട് വന്നു. ദെൻ തേർഡ് സ്റ്റേജിൽ 432 പേ ചെയ്തുള്ളൂ. ബട്ട് നമുക്കറിയാം 1296 പേ ചെയ്യണമായിരുന്നു. സോ എന്താണ്? സ്റ്റേറ്റിന്റെ കയ്യിൽ നിന്ന് ഒരു 864 എടുത്തിട്ടാണ്. സോ എന്ത് ചെയ്തു? സെൻട്രലിന്റെ കയ്യിൽ നിന്ന് 864 നേരെ എടുത്ത് സ്റ്റേറ്റിലേക്ക് വന്നു. ദെൻ നമുക്ക് ഫൈനലി ആഡ് ചെയ്യുമ്പോൾ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് 1-ന് ഒന്നുമില്ല. സെൻട്രൽ ഗവൺമെന്റ് എക്സാക്ട് 1296 കിട്ടി. സ്റ്റേറ്റ് ഗവൺമെന്റ് 2-ന് എക്സാക്ട് 1296 കിട്ടി. ക്ലിയർ അല്ലേ? സോ ഇത്രയാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്സിൽ അല്ലെങ്കിൽ ബേസിക് ഇൻട്രൊഡക്ഷനിൽ വരുന്ന GST. സോ GST ആപ്ലിക്കബിൾ ആകുന്ന എന്തിനൊക്കെയാണ്? പ്ലസ് ഈ പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ആ ഒരു റവന്യൂ ഓരോ സ്റ്റേറ്റിനും അല്ലെങ്കിൽ റവന്യൂ സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്ന് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇത്രയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു GST. സോ നെക്സ്റ്റ് ക്ലാസ് ഓൺവേഴ്സ് നമ്മൾ മേജർ ഏരിയാസ്, നെക്സ്റ്റ് സെഷനിൽ നമ്മൾ സപ്ലൈ, സോ വെരി ഇമ്പോർട്ടന്റ് ഏരിയ സപ്ലൈ അണ്ടർ GST ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് ഈ ഇൻട്രൊഡക്ഷൻ ഇതിനകത്ത് എല്ലാം ക്ലിയർ ആണല്ലോ അല്ലെ? ബേസിക്സ് ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ. സോ റിമൈനിങ് പോർഷൻ നമ്മുടെ
നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സപ്ലൈ. താങ്ക് യു.